നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹിസ്റ്ററി ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ടു ദ ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കേരള. അതുപോലെ തന്നെ പ്രധാനമായിട്ടും കേരളത്തിലേക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം യു ഓൾ. പ്രധാനമായിട്ടും കേരളത്തിലേക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് ചുക്കാൻ പിടിച്ചത് പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് ആണ്. ആരാണ് കൂട്ടുകാരെ? പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് ആണ്. സോ അവരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് അറൈവ്ഡ് ഇൻ കേരള പ്രൈമർലി ത്രൂ 3 ഓർഗനൈസേഷൻസ്. 3 ഓർഗനൈസേഷൻസിലൂടെയാണ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ പ്രധാനമായിട്ട് കേരളത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ അതിനു മുന്നേ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് പ്രൊട്ടസ്റ്റന്റ്, എന്താണ് കാത്തലിക് തുടങ്ങിയ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇലാബറേറ്റ് ചെയ്യുകയാണ്. പ്രൊട്ടസ്റ്റന്റ് മിഷണറീസും കാത്തലിക് മിഷണറീസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം, ക്രൈസ്തവ ചരിത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ ക്രിസ്തു മതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെയുണ്ട്, അല്ലെ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. പലപ്പോഴും പിതാവായ ദൈവമായിട്ട് പറയപ്പെടുന്ന പേര് യഹോവ, പുത്രനായിട്ട് പറയപ്പെടുന്നത് യേശു ക്രിസ്തു, പിന്നെ പരിശുദ്ധാത്മാവ്. ഇവർ 3 പേരും തൃത്വത്തിൽ ഒന്ന് എന്നുള്ള കോൺസെപ്റ്റിലാണ് മുന്നോട്ട് പോകാറ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ബേസിസിൽ തന്നെ ലോകത്ത് ആദ്യമായിട്ടുണ്ടായ മിഷനറിമാര് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ക്രൈസ്തവ മതത്തിന് മുമ്പേ നിലവിലുണ്ടായിരുന്ന ദൈവാരാധന അവരൊക്കെ വിശ്വസിച്ചിരുന്നത് പ്രധാനമായിട്ടും ദൈവമായ അല്ലെങ്കിൽ പിതാവായ യഹോവയിലാണ്. അതിനുശേഷം ക്രിസ്തുവിനെ അദ്ദേഹം ഭൂമിയിലേക്ക് മനുഷ്യപുത്രനായിട്ട് അയക്കുന്നു. അദ്ദേഹത്തെ ഫോളോ ചെയ്തവരെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ക്രിസ്തു മതസ്ഥർ എന്നറിയപ്പെടുന്നത്. സോ ഇതിൽ തന്നെ യേശുക്രിസ്തുവിന്റെ അമ്മയായ കന്യാമറിയത്തെയും അതുപോലെ തന്നെ വിഗ്രഹങ്ങളെയും അതുപോലെ യേശുവിന്റെ ക്രൂശിത രൂപത്തെയും കുരിശിനെയും മാലാഖമാരെയും ഒക്കെ ആരാധിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തെയാണ് കാത്തലിക്സ് എന്ന് വിളിക്കുന്നത്. ഒരു ധാരണ കിട്ടിയോ? കാത്തലിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലും മാത്രം വിശ്വസിക്കുകയും അതുപോലെ വിഗ്രഹാരാധന, അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ അമ്മയായ കന്യാമറിയത്തിൽ വിശ്വസിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരെ ആരാധിക്കാതിരിക്കുക, അതുപോലെ മാലാഖമാർ, മറ്റ് പ്രധാനപ്പെട്ട വിശുദ്ധന്മാർ, ഇവരെ ഒന്നും ആരാധിക്കാതിരിക്കുന്നതാണ് പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു, കന്യാമറിയത്തെ ആരാധിക്കുന്നു, അതുപോലെ തന്നെ വിഗ്രഹാരാധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, മാലാഖമാർ, പുരോഹിതന്മാർ, കന്യാസ്ത്രീമാർ എല്ലാവരെയും ഈ പറയുന്ന പോലെ തന്നെ വിശുദ്ധന്മാരോ മാലാഖമാരോ എന്നുള്ള സെൻസിൽ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കാത്തലിക്സ്. അതുപോലെ തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലും മാത്രം വിശ്വസിക്കുകയും എന്നാൽ വിഗ്രഹാരാധന നടത്താതിരിക്കുക, അതുപോലെ തന്നെ കന്യാമറിയത്തെ ആരാധിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ആര്? പ്രൊട്ടസ്റ്റന്റ്. സോ അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ആരെന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ പിടികിട്ടിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് കേരളത്തിൽ ചുക്കാൻ പിടിച്ചത് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണ്. ആരാണ്? പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണ്. ഓക്കെ അല്ലേ? സോ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് അറൈവ്ഡ് ഇൻ കേരള പ്രൈമർലി ത്രൂ 3 ഓർഗനൈസേഷൻസ്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ കേരളത്തിലേക്ക് വരുന്നത് 3 ഓർഗനൈസേഷന്റെ പിന്നിലാണ്. 3 ഓർഗനൈസേഷൻസിലൂടെയാണ് കേരളത്തിലേക്ക് വരുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്പർ 1, ലണ്ടൻ മിഷണറി സൊസൈറ്റി അഥവാ LMS. നിങ്ങൾക്കറിയാം, അവർ വരുന്നത് പ്രധാനമായിട്ടും ദക്ഷിണ തിരുവിതാംകൂറിലേക്കാണ് അല്ലെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിലേക്കാണ് അവർ പ്രധാനമായിട്ടും വരുന്നത്. ലണ്ടൻ മിഷണറി സൊസൈറ്റി. അടുത്തത് ചർച്ച് മിഷണറി സൊസൈറ്റി. ചിലർ ക്രൈസ്റ്റ് മിഷണറി സൊസൈറ്റി എന്ന് വിളിക്കാറുണ്ട്. ആക്ച്വലി ചർച്ച് മിഷണറി സൊസൈറ്റിയാണ്. അവർ വരുന്നത് വടക്കൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കാൻ നോർത്ത് ട്രാവൻകൂറിലേക്കും കൊച്ചിയിലേക്കുമാണ്. ഒന്നുകൂടി വടക്കൻ തിരുവിതാംകൂറിലേക്കും കൊച്ചിയിലേക്കുമാണ് ആര് വരുന്നത്? ചർച്ച് മിഷണറി സൊസൈറ്റി അഥവാ CMS എന്ന് പറയുന്ന സഭ വരുന്നത്. ആൻഡ് ഫൈനലി ബേസൽ മിഷൻ. ആദ്യകാലങ്ങളിൽ BEMS എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഒരിക്കൽ കൂടി BEMS. ഇവര് മലബാറിലേക്കാണ് വരുന്നത്. എവിടേക്കാണ്? മലബാറിലേക്ക്. ഒരിക്കൽ കൂടി BEMS ഫുൾ ഫോം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി ആയിരുന്നു. പിന്നീട് ബേസൽ മിഷൻ എന്ന പേര് ചുരുക്കുകയുണ്ടായി. അപ്പൊ ഇവരെവിടേക്കാണ് വരുന്നത്? മലബാറിലേക്കാണ് വരുന്നത്. എവിടേക്കാണ് വരുന്നത്? മലബാറിലേക്ക്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ച്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും എന്തിനെ കുറിച്ചാ?
ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെയൊക്കെ കേരളത്തിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. പ്രധാനമായിട്ടും അതിനൊക്കെ തുടക്കം കുറിച്ചത് ആരെന്നാ പറഞ്ഞത്? മിഷണറിമാരാണ്. അത്തരത്തിൽ തന്നെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുമുണ്ട്, കാത്തലിക് മിഷണറിമാരുമുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആരെക്കുറിച്ചാണ്? പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരെ കുറിച്ചാണ്. ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ കേരളത്തിലേക്ക് വന്നത് പ്രധാനമായിട്ടും എത്ര മിഷണറി സൊസൈറ്റികളിലൂടെയാണെന്ന് പറഞ്ഞു? 3 മിഷണറി സൊസൈറ്റികളിലൂടെയാണെന്ന് പറഞ്ഞു. പ്രധാനമായിട്ട് ഓർത്തിരിക്കുക ഏതൊക്കെയാണത്? LMS, CMS, ബേസൽ മിഷൻ. LMSന്റെ ഫുൾ ഫോം എന്താ? ലണ്ടൻ മിഷണറി സൊസൈറ്റി. അതുപോലെ CMS ചർച്ച് മിഷണറി സൊസൈറ്റി. അതുപോലെ തന്നെ എന്താ? ബേസൽ മിഷൻ. ഞാൻ പറഞ്ഞു BEMS എന്നായിരുന്നു അവരുടെ ആദ്യകാല പേര്, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി. സോ അത് ചുരുങ്ങിയാണ് ബേസൽ മിഷൻ ആയത്. ഇനി ഇവർ എവിടേക്കൊക്കെയാ കേരളത്തിലേക്ക് വന്നതെന്ന് കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. ലണ്ടൻ മിഷണറി സൊസൈറ്റി വരുന്നത് എവിടേക്കാ? സൗത്ത് ട്രാവൻകൂറിലേക്കാണ്. അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക ചർച്ച് മിഷണറി സൊസൈറ്റി വരുന്നത് എവിടേക്കാ? നോർത്ത് ട്രാവൻകൂർ ആൻഡ് ഓൾസോ കൊച്ചിയിലേക്കാണ്. പിന്നെ ബേസൽ മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മലബാറിലേക്കാണ് അവർ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് കൂടി നമുക്ക് തുടക്കത്തിലേ തന്നെ ഒന്ന് പഠിച്ചാലോ? ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ളത് നമുക്ക് തുടക്കത്തിലേ ഒന്ന് പഠിക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവരെവിടേക്കാ വന്നേന്നാ പറഞ്ഞേ? സൗത്ത് ട്രാവൻകൂർ അല്ലേ? തിരുവിതാംകൂർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, തിരുവിതാംകൂർ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആക്ച്വലി തിരുവിതാംകൂർ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രേം സിനിമയിലെ പാട്ട് ഓർമ്മയുണ്ടല്ലോ, ആലുവ പുഴയുടെ തീരത്ത് അല്ലേ? ഈ ആലുവ പുഴ എന്ന ആലുവയിൽ അറിയപ്പെടുന്നത് പ്രധാനമായിട്ടും ഏത് പുഴയാ? പെരിയാറാണ്. പെരിയാർ നിങ്ങൾക്കറിയാം ആലുവ പുഴയായിട്ട് അധികം കഴിയുന്നതിന് മുന്നേ കാലടി ഈ പറയുന്ന പോലെ എന്നൊരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി. ആ കാലടി പാലം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. ഈ പെരിയാർ നദിയിൽ കാലടി പാലം എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റും. കാലടി പാലത്തിന്റെ അപ്പുറത്തെ വശം എറണാകുളം ജില്ലയുടെ ഭാഗങ്ങൾ, അത് കൊച്ചിയായിട്ട് നിലനിന്ന ഭാഗവും, കാലടി പാലത്തിന്റെ ഇപ്പുറത്തുള്ള എറണാകുളം ഭാഗം മുതൽ ഇങ്ങ് തിരുവിതാംകൂർ അല്ലെങ്കിൽ നാഗർകോവിൽ വരെ, എവിടെ വരെ? നാഗർകോവിൽ വരെയുള്ള സ്ഥലങ്ങളെയാണ് തിരുവിതാംകൂർ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി ശരിക്കും. അപ്പോൾ ട്രാവൻകൂർ എന്ന് പറയുന്നത് പഴയകാല കാലടി മുതൽ നാഗർകോവിൽ വരെയാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു ധാരണ തിരുവിതാംകൂറിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വേണം. കാലടി മുതൽ നാഗർകോവിൽ വരെ. ക്ലിയർ ആണ്? കാലടി മുതൽ നാഗർകോവിൽ വരെ. അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങൾ മുതൽ ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നാഗർകോവിൽ വരെയായിരുന്നു തിരുവിതാംകൂർ. അപ്പോൾ നിങ്ങൾ അറിയുക, ഇതിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏതാണ്ട് വേണമെങ്കിൽ പറയാം ആലപ്പുഴ പത്തനംതിട്ട ഭാഗങ്ങളുടെ ഒരു ഭാഗം നോർത്ത് ട്രാവൻകൂറാണ്. എറണാകുളം ജില്ല മുതൽ ആലപ്പുഴ പത്തനംതിട്ട വരെയുള്ള ഭാഗങ്ങൾ നോർത്ത് ട്രാവൻകൂറും, ആലപ്പുഴ പത്തനംതിട്ടയ്ക്ക് താഴേക്ക് തമിഴ്നാട് നാഗർകോവിൽ വരെയുള്ളത് എന്ത്? സൗത്ത് ട്രാവൻകൂറുമാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, സൗത്ത് ട്രാവൻകൂർ എന്ന് പറയുമ്പോൾ മനസ്സിൽ വേണം ഉറപ്പായിട്ടും നാഗർകോവിലായിരുന്നു LMSന്റെ ആസ്ഥാനം. നാഗർകോവിൽ. ഓക്കെ അല്ലേ? പഠിച്ചോ? സൗത്ത് ട്രാവൻകൂറിന്റെ ഭാഗമായിരിക്കുന്ന നാഗർകോവിലായിരുന്നു LMS എന്നറിയപ്പെടുന്ന ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിടികിട്ടിയല്ലോ? അടുത്തത് ചർച്ച് മിഷണറി സൊസൈറ്റി അഥവാ CMS. പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയേ, നോർത്ത് ട്രാവൻകൂറിലും കൊച്ചിയിലുമായിട്ടായിരുന്നു ഇവർ നിലനിന്നത്. നോർത്ത് ട്രാവൻകൂർ ആൻഡ് കൊച്ചി. അപ്പൊ നിങ്ങൾ നോക്കുക, ആലപ്പുഴ പത്തനംതിട്ടയുടെ മുകളിലേക്ക് എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങൾ വരെ. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് കോട്ടയം എന്ന് പറയുന്ന ഒരു ജില്ലയില്ലേ? കോട്ടയം. അപ്പൊ പ്രത്യേകം ഓർത്തിരിക്കുക, CMSന്റെ ആസ്ഥാനം കോട്ടയം. പഠിച്ചു? CMSന്റെ ആസ്ഥാനം എവിടെയാ? കോട്ടയം. ആൻഡ് ഫൈനലി ബേസൽ മിഷൻ, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റിയുടെ ആസ്ഥാനം മലബാറിൽ എവിടെയോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ തെല്ലിച്ചേരി അഥവാ തലശ്ശേരി. ഇവിടുന്ന് തന്നെ കമ്പയർ ചെയ്ത് പഠിച്ചു പോണേ. നമുക്ക് ഇവിടുന്ന് തന്നെ തീർച്ചയായിട്ടും ഇത് ഗ്രഹിച്ചെടുത്ത് അങ്ങ് മുന്നോട്ട് പോകണം. ഒന്നുകൂടി ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഇൻട്രൊഡക്ഷനും എഡ്യൂക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ കേരളത്തിലെ ചരിത്രമാണ് പഠിക്കുന്നത്. പ്രധാനമായിട്ടും മിഷണറികളിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൽ തന്നെ 2 തരത്തിലുള്ള മിഷണറിമാരുടെ കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു. കാത്തലിക് മിഷണറിമാരുടെയും പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെയും. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആരാ ഏറ്റവും കൂടുതൽ ഫോർവേഡ് ചെയ്തത്? പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണ്. സോ അവർ കേരളത്തിലേക്ക് കടന്നു വന്നത് എത്ര ഓർഗനൈസേഷനിലൂടെ, എത്ര സൊസൈറ്റിയിലൂടെയാ? 3 സൊസൈറ്റികളിലൂടെയാണ് നിങ്ങൾ പഠിച്ചു. ഫസ്റ്റ് വൺ ലണ്ടൻ മിഷണറി സൊസൈറ്റി അഥവാ LMS,
ഹെഡ് ക്വാർട്ടേഴ്സ് നാഗർകോവിൽ അഥവാ സൗത്ത് ട്രാവൻകൂറിലായിരുന്നു അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. ചർച്ച് മിഷണറി സൊസൈറ്റി CMS അവരെവിടേക്കാണ് വന്നത്? നോർത്ത് ട്രാവൻകൂർ ആൻഡ് കൊച്ചി. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കോട്ടയം. ആൻഡ് ഫൈനലി ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി അഥവാ BEMS ആയിരുന്നത് പിന്നീട് ചുരുങ്ങി എന്തായി? BMI, ബേസൽ മിഷൻ എന്ന് മാത്രമായി. ഇവരെവിടേക്കാണ് വന്നത്? കേരളത്തിൽ മലബാറിലേക്കാണ് വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? തെല്ലിശ്ശേരി അല്ലെങ്കിൽ തലശ്ശേരി. അപ്പോൾ ഓരോ ഏരിയയും മനസ്സിൽ ഇനി വേണം. അടുത്തത് നമ്മൾ ഓരോ സൊസൈറ്റിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. യെസ്, ഫസ്റ്റ് വൺ ലണ്ടൻ മിഷണറി സൊസൈറ്റി. ഫുൾ ഫോം എന്താ പറഞ്ഞാൽ? നമ്മൾ ലണ്ടൻ മിഷണറി സൊസൈറ്റി അഥവാ LMS അല്ലേ? LMS രൂപീകരിച്ച വർഷം 1795 ആണ്. 1795. പേരും തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് എവിടെയാണ് രൂപീകരിക്കപ്പെട്ടത്? ലണ്ടനിലാണ് രൂപീകരിക്കപ്പെട്ടത്. എവിടെയാണ് രൂപീകരിക്കപ്പെട്ടത്? ലണ്ടനിലാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ലണ്ടൻ മിഷണറി സൊസൈറ്റി LMS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടത്? 1795. എവിടെയാണ്? ലണ്ടനിലായിരുന്നു. പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവവേല അഥവാ സുവിശേഷം, ഇവാഞ്ചലിസം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ. ഇത് രണ്ടുമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ സ്ഥാപിത താല്പര്യങ്ങൾ, സ്ഥാപിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇവാഞ്ചലിസം, രണ്ട് എഡ്യൂക്കേഷൻ. ക്ലിയർ ആണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ഓർത്തിരിക്കുക. ആരാണ് ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്വേർഡ് വില്യംസ് എന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എഡ്വേർഡ് വില്യംസ് ആണ് എന്ത് സ്ഥാപിക്കുന്നത്? ലണ്ടൻ മിഷണറി സൊസൈറ്റി സ്ഥാപിക്കുന്നത്. സോ എഡ്വേർഡ് വില്യംസ്. അടുത്തത് ഈ പറയുന്ന LMS സ്ഥാപിതമായ വർഷം 1795. നമ്മൾ പഠിക്കുന്നത് ഇവർ കേരളത്തിലേക്ക് എന്ത് തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തി എന്നുള്ളതാണ്. സോ ഇവർ കേരളത്തിലെത്തിയ വർഷം ഒന്ന് പഠിച്ചു, 1806. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. LMS ഏത് വർഷമാണ് കേരളത്തിലേക്ക് വരുന്നത്? 1806. ആരായിരുന്നു LMSനെ കേരളത്തിലേക്ക് എത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം തോബിയാസ് റിംഗൽ ടോബെ എന്ന് പറയുന്ന വ്യക്തിയാണ്. ചിലയിടങ്ങളിൽ WT റിംഗൽ ടോബെ നിങ്ങൾ കാണും. ഇദ്ദേഹം തന്നെയാണത്, ഓർത്തിരിക്കുക. ഒരിക്കൽ കൂടി, അറൈവ്ഡ് ഇൻ കേരള ഇൻ ദ ഇയർ 1806. ആരുടെ കാര്യമാണ് പറയുന്നത്? ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ. അപ്പോൾ LMSന്റെ സ്ഥാപകന്റെ പേര് നിങ്ങൾ പഠിച്ചു, എഡ്വേർഡ് വില്യംസ്. ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1795. LMS അഥവാ ലണ്ടൻ മിഷണറി സൊസൈറ്റി സ്ഥാപിതമായ സ്ഥലം ലണ്ടൻ തന്നെയാണ്. ഏത് വർഷമാണ് ഇവർ കേരളത്തിലേക്ക് വരുന്നത്? 1806. ആരാണ് കേരളത്തിലേക്ക് LMSനെ നയിച്ചു കൊണ്ടുവന്ന് ചോദിച്ചാൽ വില്യം തോബിയാസ് റിംഗൽ ടോബെ. ഒന്നുകൂടി, വില്യം തോബിയാസ് റിംഗൽ ടോബെ. ഇനി എന്തൊക്കെയായിരുന്നു ഇവർ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡീൽ ചെയ്യപ്പെട്ടത്? ലണ്ടൻ മിഷണറി സൊസൈറ്റി എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ലീഡ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾസ്, ട്രാൻസ്ലേറ്റഡ് റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് എൻകറേജ്ഡ് സോഷ്യൽ റിഫോം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളിലേക്കാണ് അവർ കേരളത്തിൽ കോൺസെൻട്രേഷൻ നൽകിയത്. ഒന്ന്, സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന്. മറ്റൊന്ന്, മതപുസ്തകങ്ങൾ പരിവർത്തനം ചെയ്യുന്നതിന് അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തു. അതുപോലെ തന്നെ എൻകറേജ്ഡ് സോഷ്യൽ റിഫോം, സാമൂഹിക പരിവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന പോലെ റിനൈസൻസ്, നവോത്ഥാനം, ഇതൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? ഒരിക്കൽ കൂടി, സ്കൂളുകൾ സ്ഥാപിച്ചു, മതപുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തി, അതുപോലെ തന്നെ സാമൂഹിക പരിവർത്തനം നടത്തി. ഏത് സ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്? ലണ്ടൻ മിഷണറി സൊസൈറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ലണ്ടൻ മിഷണറി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ചില പ്രമുഖരെയാണ്. നമുക്ക് നോക്കാം ആരൊക്കെയാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, വില്യം തോബിയാസ് റിംഗൽ ടോബെ. ഇതിന്റെ സവിശേഷത, ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി ആയിരുന്നു ഇദ്ദേഹം. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി ആയിരുന്നു ആര്? യെസ്, വില്യം തോബിയാസ് റിംഗൽ ടോബെ. WTR എന്ന് പഠിച്ചു, ഓക്കെ അല്ലേ? വില്യം തോബിയാസ് റിംഗൽ ടോബെ, ഓക്കെ അല്ലേ? ഇദ്ദേഹം 1806 മുതൽ 1816 വരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം വന്ന വർഷം ഏതാ? 1806 ആണ്. 1816 വരെ തിരുവിതാംകൂറിൽ, എസ്പെഷ്യലി നാഗർകോവിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇദ്ദേഹം എന്താരംഭിച്ചു? സ്കൂളുകൾ ആരംഭിച്ചു. എസ്പെഷ്യലി ഇംഗ്ലീഷ് സ്കൂളുകൾ ആരംഭിച്ചു. എന്ത് സ്കൂളുകൾ ആരംഭിച്ചു? ഇംഗ്ലീഷ് സ്കൂളുകൾ. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി,
തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ പലരും കേരളത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. PSC പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ശക്തമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ചോദ്യം വരും. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്കൂളുകൾ ആരംഭിച്ചത് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ കൊല്ലം, ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും പേരുകൾ നിങ്ങളോട് തരിക. അപ്പോൾ മനസ്സിൽ വെച്ചേക്കുക, തിരുവിതാംകൂറിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ എന്താരംഭിക്കുന്നത്? യെസ്, പ്രധാനമായിട്ടും ഇംഗ്ലീഷ് സ്കൂളുകൾ ആരംഭിക്കുന്നത്. അവിടെ തന്നെ ദക്ഷിണ തിരുവിതാംകൂറിന്റെ ഭാഗമായ നാഗർകോവിലാണ് അത് ആരംഭിക്കുന്നത്. ആരാ അത് ആരംഭിച്ചത്? യെസ്, വില്യം തോബിയാസ് റിംഗിൾ ടോബിയാണ് അത് ആരംഭിക്കുന്നത്. ഓക്കെ അല്ലേ? കാലഘട്ടം 1706 1816 ഇടയ്ക്കാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണ്? യെസ്, ദയവ് ചെയ്ത് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രമുഖനാണ് ചാൾസ് മീഡ് എന്ന് പറയുന്ന വ്യക്തി. റെവറൻ ചാൾസ് മീഡ്. ഈ ഒരു പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക, റെവറൻ ചാൾസ് മീഡ്. ഇദ്ദേഹം 1817 1834 ഇടയ്ക്ക് ഒരുപാട് സ്കൂളുകൾ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. യെസ്, നാഗർകോവിലിൽ സ്ഥാപിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നുപോരുത്. നാഗർകോവിൽ ഇദ്ദേഹം എന്ത് സ്ഥാപിച്ചു എന്നാണ് പറഞ്ഞത്? ഒരുപാട് സ്കൂളുകൾ സ്ഥാപിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇംഗ്ലീഷ് സ്കൂളുകൾ തന്നെയാണ് സ്ഥാപിക്കുന്നത്. മാത്രവുമല്ല, നാഗർകോവിൽ മിഷനറി പ്രസ് എന്ന് പറഞ്ഞ് നാഗർകോവിൽ മിഷനറി പ്രസ് എന്ന് പറഞ്ഞ് ഒരു പ്രസ് ആരംഭിക്കുന്നുണ്ട്. ഈ പ്രസിന്റെ ഏറ്റവും വലിയ സവിശേഷത തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സാണ്. ഒരിക്കൽ കൂടി, തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്. പക്ഷെ അത് എവിടെയാണെന്ന് മാത്രം നിങ്ങൾ ആലോചിച്ച് വെക്കുക. നാഗർകോവിലിൽ നിന്ന് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അറിയുക, ഒരിക്കൽ കൂടി, തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് എവിടെയാണ്? നാഗർകോവിലാണ് സ്റ്റാർട്ട് ചെയ്ത്. പേരെന്ത് തന്നെയായിരുന്നു? നാഗർകോവിൽ മിഷണറി പ്രസ്. ആരാ സ്റ്റാർട്ട് ചെയ്ത്? റെവറൻ ചാൾസ് മീഡ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് പറയാൻ ഒരുപാട് മറ്റു പേരുകളുണ്ട്. എസ്പെഷ്യലി ബാക്കിനെല്ലി എന്ന് പറയുന്ന ഒരു മിഷണറിയെ കുറിച്ചൊക്കെ പറയാനുണ്ട്. തൽക്കാലം നമ്മൾ ഇത് എക്സ്ട്രാ ഒന്ന് ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ പോയിന്റുകളിലേക്ക് ഒരിക്കൽ കൂടി തിരികെ വരികയാണ്. നമ്മൾ പഠിച്ചു പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ കേരളത്തിലേക്കുള്ള വരവാണ് നമ്മൾ പഠിക്കുന്നത്. അവരെങ്ങനെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം പഠിച്ച സൊസൈറ്റി ലണ്ടൻ മിഷണറി സൊസൈറ്റി, LMS സ്ഥാപിതമായ വർഷം ഓർക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ചു 1795. എവിടെ സ്ഥാപിതമായി? ലണ്ടനിൽ സ്ഥാപിതമായി. പ്രധാനമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവാഞ്ചലിസത്തിലും എഡ്യൂക്കേഷനിലുമാണ്. ഇവാഞ്ചലിസം ആൻഡ് എഡ്യൂക്കേഷൻ. ഇവർ കേരളത്തിലേക്ക് വന്ന വർഷം 1806. ആരാണ് ഈ പറയുന്ന പോലെ ലണ്ടൻ മിഷണറി സൊസൈറ്റി കേരളത്തിലേക്ക് എത്തിച്ചതെന്ന് ചോദിച്ചാൽ വില്യം തോബിയാസ് റിംഗിൾ ടോബെ. സ്ഥാപകന്റെ പേര് നമ്മൾ പഠിച്ചു, എഡ്വേർഡ് വില്യംസ് എന്നായിരുന്നു. എന്നാൽ ആരാണ് ഇത് സ്ഥാപിച്ചത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലണ്ടൻ മിഷണറി സൊസൈറ്റി സ്ഥാപിച്ചതായിരുന്നു നമ്മൾ പഠിച്ചു, എഡ്വേർഡ് വില്യംസ്. എന്നാൽ ആരാണ് കേരളത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വില്യം തോബിയാസ് റിംഗിൾ ടോബെ. ഏത് വർഷം? 1806. നമ്മൾ പഠിച്ചു, വളരെ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. കേരളത്തിലേക്ക് എവിടേക്കാണ് ഇവർ വന്നത്? LMS ഏത് ട്രാവൻകൂറിലേക്ക്? സൗത്ത് ട്രാവൻകൂറിലേക്കാണ് വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? നാഗർകോവിൽ. എവിടെയായിരുന്നു? നാഗർകോവിൽ. പ്രധാനമായിട്ടും ഇവർ ചെയ്തത് എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾസ്. കേരളത്തിൽ എന്തൊക്കെയാണ് ചെയ്തത്? സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, മതപുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തി, അതുപോലെ തന്നെ സാമൂഹിക പരിവർത്തനം എൻകറേജ് ചെയ്തു. ഇല്ലേ? യെസ്, അതിന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ദക്ഷിണേന്ത്യയിലേക്ക് തന്നെ വന്ന ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി ആയിട്ട് നമുക്ക് ആരെ പറയാം? വില്യം തോബിയാസ് റിംഗിൾ ടോബയെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം 1806 1816 ഇടയ്ക്ക് തിരുവിതാംകൂറിൽ അഥവാ ദക്ഷിണ തിരുവിതാംകൂറിൽ നാഗർകോവിലിൽ ഈ പറയുന്ന പോലെ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, റെവറൻ ചാൾസ് മീഡ് ആയിരുന്നു അദ്ദേഹത്തിന് ശേഷം പ്രധാനമായിട്ടും LMSന്റെ കാര്യങ്ങൾ ഇവിടെ തിരുവിതാംകൂറിൽ ഡീൽ ചെയ്ത്. 1817 34 ഇടയ്ക്ക് അദ്ദേഹവും നാഗർകോവിലിൽ അനേകം സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുകയും എസ്പെഷ്യലി വേണമെങ്കിൽ ഞാൻ എടുത്ത് പറഞ്ഞുതരാം, ഗേൾസ് എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം റെവറൻ ചാൾസ് മീഡ് നൽകുന്നുണ്ട്. എന്ത് എഡ്യൂക്കേഷന്? ഗേൾസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിമൻ എഡ്യൂക്കേഷന് അദ്ദേഹം കാര്യമായിട്ട് പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, നാഗർകോവിലിൽ ആണ് ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ ഒരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കപ്പെടുന്നത്. ഏത് വർഷമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 1817 തന്നെയാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, പ്രസിന്റെ പേര് നാഗർകോവിൽ മിഷണറി പ്രസ്. എന്തായിരുന്നു? നാഗർകോവിൽ മിഷണറി പ്രസ്. ആര് തന്നെയാണ് സ്ഥാപിച്ചത്? റെവറൻ ചാൾസ് മീഡ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കുന്നു ചർച്ച് മിഷണറി സൊസൈറ്റി. ചർച്ച് മിഷണറി സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1799. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 1799 ഇംഗ്ലണ്ടിൽ തന്നെയാണ് ഏത് സഭയും നിലവിൽ വരുന്നത്? ചർച്ച് മിഷണറി സൊസൈറ്റി നിലവിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പക്ഷേ ഈ മിഷണറി നേരത്തെ
LMS എന്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു? ഇവാഞ്ചലിസത്തിലും എഡ്യൂക്കേഷനുമാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CMS കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലുമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 1799 നിലവിൽ വന്ന ചർച്ച് മിഷണറി സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് 1799 എവിടെ തന്നെയാണ്? ഇംഗ്ലണ്ടിൽ തന്നെയാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. അവർ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടും എഡ്യൂക്കേഷനിലേക്കും ഹെൽത്ത് കെയറിലേക്കുമായിരുന്നു. ഇനി പ്രധാനമായിട്ടും സ്ഥാപകരുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരാളുടെ പേര് നമുക്ക് എടുത്തു പറയാനില്ല. ഒരു കൂട്ടം പുരോഹിതന്മാർ ചേർന്നാണ് ചർച്ച് മിഷണറി സൊസൈറ്റി സ്ഥാപിക്കുന്നത് കേട്ടോ. ഒരു കൂട്ടം പുരോഹിതന്മാർ ചേർന്നിട്ടായിരുന്നു കേട്ടോ. ഇനി ഇവർ കേരളത്തിലേക്ക് വന്ന വർഷം 1814. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. entered കേരള ഇൻ 1814. 1714 ഇവർ കേരളത്തിലേക്ക് വരുന്നു. ആരാണ് ഇവരെ കേരളത്തിലേക്ക് നയിച്ചു കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ തോമസ് നോർട്ടൺ ആണ്. തോമസ് നോർട്ടൺ. ഞാനൊരു ക്ലൂ പറയട്ടെ, ഒന്ന് നോക്കി. ഇവര് അതായത് CMS എവിടേക്കാണ് വന്നതെന്നാ പറഞ്ഞേ? നോർത്ത് ട്രാവൻകൂർ അല്ലേ? ഒന്ന് കണക്ട് ചെയ്തിട്ട് നോർത്ത് ട്രാവൻകൂറിലേക്ക് വന്നത് നോർട്ടൺ. കണക്ട് ചെയ്തോ? നോർത്ത് ട്രാവൻകൂറിലേക്ക് വന്നത് ആരാ? നോർട്ടൺ. അപ്പൊ കണക്ട് ചെയ്യുക. കേരളത്തിലേക്ക് ആദ്യമായിട്ട് CMSനെ പ്രതിനിധീകരിച്ച് വന്നത് തോമസ് നോർട്ടൺ ആണ്. ഏത് വർഷം? 1814. ഇവരെവിടേക്കാണ് വന്നത്? നോർത്ത് ട്രാവൻകൂർ ആൻഡ് കൊച്ചി. നിങ്ങൾ പഠിച്ചതാണ്. നോർത്ത് ട്രാവൻകൂർ ആൻഡ് കൊച്ചിയിലേക്കാണ് ഇവർ വരുന്നത് അല്ലേ? ശരി. നോൺ ഫോർ ഫൗണ്ടിങ് CMS കോളേജ് കോട്ടയം ആൻഡ് പയനിയറിംഗ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം എന്താണ് കേരളത്തിലെ ആദ്യത്തെ കോളേജ് എന്നറിയപ്പെടുന്ന CMS കോളേജ് കോട്ടയം. ഒരിക്കൽ കൂടി, കേരളത്തിലെ ആദ്യത്തെ കോളേജ് എന്നറിയപ്പെടുന്ന CMS കോളേജ് കോട്ടയം. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. സ്ഥാപിക്കുന്നത് ഏത് സഭയാ? പേര് തന്നെ ഉണ്ടല്ലോ, CMS. വർഷം 1833. 1833 കേരളത്തിലെ ആദ്യത്തെ കോളേജ് എന്ത് ചെയ്യപ്പെടുന്നത്? സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി, വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചർച്ച് മിഷണറി സൊസൈറ്റി, LMSന് ശേഷം നമ്മൾ പഠിക്കുന്നു ചർച്ച് മിഷണറി സൊസൈറ്റി. ഏത് വർഷം സ്ഥാപിതമായി? 1799. എവിടെയാണ് സ്ഥാപിതമായത്? ഇംഗ്ലണ്ടിലാണ്. പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത ഏരിയാസ് എന്തൊക്കെയാണ് ഈ മിഷണറി സൊസൈറ്റി? എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറുമാണ്. ഇവർ കേരളത്തിലേക്ക് വന്ന വർഷം 1814. സ്ഥാപകന്റെ ഒരു പ്രോപ്പർ പേര് നമുക്ക് പറയാനില്ല, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഒരു കൂട്ടം പുരോഹിതർ ചേർന്നാണ് ഈ പറയുന്ന പോലെ ഇത് സ്ഥാപിക്കുന്നത്. ഏത്? CMS സ്ഥാപിക്കുന്നത് അല്ലേ? ഇനി കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ CMS മിഷണറി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തോമസ് നോർട്ടൺ ആണ്. ഏത് വർഷം വന്നു? 1814ലേക്കാണ്. ഞാൻ പറഞ്ഞു 1814 വരുന്നു. എവിടേക്കാണ് ഇവർ വന്നത്? ഞാൻ നേരത്തെ പഠിപ്പിച്ചിരുന്നു. CMS എവിടേക്കാ? നോർത്ത് ട്രാവൻകൂർ ആൻഡ് കൊച്ചി അല്ലെ? നോർത്ത് ട്രാവൻകൂർ ആൻഡ് കൊച്ചിയിലേക്കാണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? CMSന്റെ കേരളത്തിലെ ഹെഡ് ക്വാർട്ടേഴ്സ് കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇവരെന്തിനൊക്കെയായിരുന്നു പ്രധാനമായിട്ടും പേര് കേട്ടിരുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിൽ ആദ്യത്തെ കോളേജായ CMS കോളേജ് കോട്ടയം സ്ഥാപിക്കുന്നതിന്റെ പിന്നിൽ CMS സഭ തന്നെയായിരുന്നു. ഏത് വർഷം? 1833. അതുപോലെ തന്നെ കേരളത്തിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു? തുടക്കം കുറിച്ച സഭകളിൽ ഒന്ന് തന്നെയാണ് എന്ത്? CMS അല്ലെ? പയനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴികാട്ടിയായത് അല്ലെങ്കിൽ തുടക്കം കുറിച്ചത്, ആദ്യകാല സ്ഥാപകർ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ചർച്ച് മിഷണറി സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു ധാരണയെ നിങ്ങൾക്ക് ലഭ്യമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ചർച്ച് മിഷണറി സൊസൈറ്റി അഥവാ CMSുമായി ബന്ധപ്പെട്ട ചില പ്രമുഖരെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം 1814 ആര് വരുന്നത്? CMS സഭ വരുന്നത് നമ്മൾ പഠിച്ചു. 1814നും 1930നും ഇടയ്ക്ക് 1814നും 1930നും ഇടയ്ക്ക് 3 പ്രമുഖർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 3 പ്രമുഖർ CMS സഭയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതിലൊരാളുടെ പേര് നിങ്ങൾക്ക് അറിയാം, ബെഞ്ചമിൻ ബെയ്ലി. അടുത്തത് റെവറൻ ഫെൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഹെൻറി ബേക്കർ. ഈ 3 പേരെയും നമുക്ക് CMS സഭയുമായി ബന്ധപ്പെട്ട് എടുത്ത് പഠിച്ചാലേ പറ്റൂ. ഇവരൊരു കോൺട്രിബ്യൂഷൻ പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ജെ ഡോസൺ എന്നൊരാളുടെ പേര് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഈ ജെ ഡോസൺ എന്ന് പറയുന്ന വ്യക്തി CMSലും അതുപോലെ തന്നെ LMSലും പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും CMSന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം 1818 മട്ടാഞ്ചേരിയിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ സെറ്റപ്പ് ചെയ്തു.
എവിടെ? മട്ടാഞ്ചേരി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂള് സെറ്റപ്പ് ചെയ്തത് ആരാണ്? ജെ ഡോസൺ ആണ്. ഏത് വർഷം? 1818. 1818 ജെ ഡോസൺ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. മട്ടാഞ്ചേരിയിൽ എന്ത് സ്കൂൾ? ഇംഗ്ലീഷ് സ്കൂൾ. തുടർന്ന് 1825 ഈ പറയുന്ന CMS സഭ തന്നെ കോട്ടയത്ത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോട്ടയത്ത് ഗ്രാമർ സ്കൂൾ ആരംഭിച്ചു. എന്ത് സ്കൂൾ? ഗ്രാമർ സ്കൂൾ ആരംഭിച്ചു. അതുപോലെ തന്നെ 1825 തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോട്ടയത്ത് ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് സ്കൂളുകളും സ്ഥാപിക്കുന്നു. ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രത്യേകം ഓർത്തിരിക്കുക. എന്തൊക്കെയാ? ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുന്നു കോട്ടയത്ത്. അതുപോലെ തന്നെ ഗ്രാമർ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതേ സംഘം 1825 തന്നെ ആലപ്പുഴയിൽ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആലപ്പുഴയിൽ ഗേൾസ് സ്കൂളും സ്ഥാപിക്കുന്നുണ്ട്. എന്ത് സ്കൂൾ? ഗേൾസ് സ്കൂൾ. നിങ്ങൾ അറിയുക, 1817 ഒരു കുഞ്ഞ് എഡ്യൂക്കേഷണൽ ഹബ്ബായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് 33 പൂർണ്ണമായിട്ടും CMS കോളേജ് കോട്ടയമായിട്ട് മാറുന്നതെന്ന് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. 1817 ആക്ച്വലി വരുന്നത് CMS കോളേജ് കോട്ടയം. പക്ഷേ എങ്കിൽ പോലും പൂർണ്ണ തോതിൽ പ്രവർത്തനമാകുന്നത്, കോളേജായിട്ട് ഡെവലപ്ഡ് ആയത് 1833. ഇതേ കാലയളവിൽ തന്നെ അവർ എന്തൊക്കെ ചെയ്തെന്ന് നമ്മൾ പഠിച്ചത്. ജെ ഡോസൺ എന്ന് പറയുന്ന മിഷണറി മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. 1825 കോട്ടയത്ത് ഗ്രാമർ സ്കൂളും ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് സ്കൂളുകളും സ്റ്റാർട്ട് ചെയ്തു. ഇതേ 1825 തന്നെ ആലപ്പുഴയിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു? യെസ്, ഗേൾസ് സ്കൂളും ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് സ്കൂളാ? ഗേൾസ് സ്കൂൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ CMS സഭയും പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വിമൻ ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ, ഇതിനു വേണ്ടിയിട്ടൊക്കെ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മളിന്ന് 4 പേരുടെ പേര് CMS സഭയ്ക്ക് കീഴിൽ പഠിച്ചു. ആരെയൊക്കെയാ? ബെഞ്ചമിൻ ബെയ്ലി, റെവറൻ ഫെൻ, അതുപോലെ തന്നെ ഹെൻറി ബേക്കർ, അതുപോലെ ജെ ഡോസൺ. ഒരു പക്ഷേ പല റാങ്ക് ഫയലുകളിലും നമ്മൾ കാണുന്ന ഒരു പോയിന്റ് ആണ്, കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് മട്ടാഞ്ചേരി സ്കൂളാണെന്നാണ്. ചരിത്രപരമായി അതിന് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത്തരത്തിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു സ്കൂളിന്റെ സ്ഥാപകനാണ് ജെ ഡോസൺ. സഭേദ ചർച്ച് മിഷണറി സൊസൈറ്റി. ക്ലിയർ അല്ലേ? യെസ്. അപ്പം നമ്മൾ ചർച്ച് മിഷണറി സൊസൈറ്റിയെ കുറിച്ച് കൂടി നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന മിഷണറി സൊസൈറ്റിയാണ് ബേസൽ മിഷൻ. നിങ്ങൾക്കറിയാം, ബേസൽ മിഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചതാണ്. ബേസൽ മിഷൻ ഏറ്റവും വലിയ സവിശേഷത നിങ്ങളോട് പറഞ്ഞു, BEMS എന്ന പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ബേസൽ മിഷൻ BEMS എന്ന പേരിലാണ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു. ഫുൾ ഫോം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റി. വളരെ വളരെ പ്രധാനപ്പെട്ട ഡാറ്റയാണ്. ഒരിക്കൽ കൂടി, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റി എന്നതായിരുന്നു ഇവരുടെ ആദ്യകാല പേര്. അതിനു മുമ്പ് ഇവർക്ക് പേരുണ്ടായിരുന്നു ജർമ്മൻ മിഷനറി സൊസൈറ്റി. അപ്പോൾ ഇവരുടെ സ്ഥാപിത പേര് എന്തായിരുന്നു? ജർമ്മൻ മിഷനറി സൊസൈറ്റി. ഒരിക്കൽ കൂടി, ജർമ്മൻ മിഷനറി സൊസൈറ്റിയാണ് ഇവർ സ്ഥാപിക്കപ്പെടുന്നത്. സൊസൈറ്റി എന്ന പേരിലാണ് ഇവർ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ മറന്നു പോരുത്, ജർമ്മൻ മിഷനറി സൊസൈറ്റി അഥവാ GMS എന്ന പേരിൽ തുടങ്ങി. പിന്നീട് പേരെന്തായി? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റി എന്ന BEMS ആയി മാറി. തുടർന്ന് ചുരുങ്ങി ബേസൽ മിഷനായി മാറി. ഒരിക്കൽ കൂടി ഞാൻ കമ്പൈൽ ചെയ്ത് പറയുകയാണ്, ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക. BEMS അഥവാ ബേസൽ മിഷൻ എന്നറിയപ്പെടുന്ന മിഷനറി സൊസൈറ്റി ആദ്യകാലത്ത് സ്ഥാപിതമായത് എന്ത് പേരിലായിരുന്നു? ജർമ്മൻ മിഷനറി സൊസൈറ്റി എന്ന പേരിലായിരുന്നു. അതിനുശേഷം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റി എന്ന പേരിലേക്ക് മാറി, അഥവാ BEMS. അത് ചുരുങ്ങി പിന്നെയും എന്തായി മാറി? BM അഥവാ ബേസൽ മിഷൻ എന്നായി ചുരുങ്ങി. അടുത്ത പോയിന്റ്, ഏത് വർഷമാണ് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? 1815 ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. എവിടെയാണ് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? സ്വിറ്റ്സർലാൻഡിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്വിറ്റ്സർലാൻഡിലാണ് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. നിക്കോളാസ് വോൺ ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആദ്യകാല പ്രസിഡന്റ് എന്ന് പറയുന്നത്. നിക്കോളാസ് വോൺ ബ്രൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിക്കോളാസ് വോൺ ബ്രൺ. ഓക്കെ അല്ലേ? BRUNN. ഓക്കെ അല്ലേ? നിക്കോളാസ് വോൺ ബ്രൺ. വോൺ ബ്രൺ എന്നും പറയാറുണ്ട്, ബ്രൺ എന്നും പറയാറുണ്ട്. ഓക്കെ അല്ലേ? സോ
ഇദ്ദേഹം എവിടെയാണ് സ്ഥാപിച്ചത്? സ്വിറ്റ്സർലാൻഡിലാണ് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ട് ഇവർ ഫോക്കസ് ചെയ്ത ഏരിയ ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ ആണ്. ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ നിങ്ങൾ നോക്കി, നമ്മൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ. കൂടുതലായിട്ട് വ്യാവസായികപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനും അതിനെ ബേസ് ചെയ്ത് കൂടുതലായിട്ട് എഡ്യൂക്കേഷൻ നൽകാനും നമ്മൾ പറയാറില്ലേ, പ്രാക്ടിക്കലായിട്ടുള്ള നോളേജ് കൂടുതലായിട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നോളേജ്, അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഫോർവേഡ് ചെയ്യാനായിരുന്നു ആര് ശ്രമിച്ചത്? ബേസൽ മിഷൻ ആദ്യകാലം മുതലേ ശ്രമിച്ചത്. അപ്പോൾ ഒരിക്കൽ കൂടി, ബേസൽ മിഷന്റെ സ്ഥാപിത പേര് എന്തായിരുന്നു? ജർമ്മൻ മിഷണറി സൊസൈറ്റി എന്നായിരുന്നു. പിന്നീട് എന്തായി മാറി? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി ആയി മാറി, അഥവാ BEMS ആയി മാറി. പിന്നീട് അത് ചുരുങ്ങി എന്തായി? BM അഥവാ ബേസൽ മിഷൻ എന്നായി മാറി. ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? 1815 എവിടെയായിരുന്നു? സ്വിറ്റ്സർലാൻഡിലായിരുന്നു. ഞാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ആദ്യകാല സ്ഥാപക പ്രസിഡന്റ് എന്ന് പറയുന്നത് നിക്കോളാസ് വോൺ ബ്രൺ ആണ്. നിക്കോളാസ് വോൺ ബ്രൺ ആണ്. പ്രത്യേകം ഓർത്തിരിക്കുക. ഇവർ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തിലായിരുന്നു? ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ അല്ലേ. ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ, LMS എന്തിലായിരുന്നു? ഇവാഞ്ചലിസം എഡ്യൂക്കേഷൻ അല്ലേ. CMS എന്തിലായിരുന്നു? എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ. അപ്പോൾ ബേസൽ മിഷൻ എന്തായിരുന്നു? ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ. മറന്നുപോയത്. അടുത്ത പോയിന്റ്, കേരളത്തിലേക്ക് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷം? 1839 കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസൽ മിഷൻ കേരളത്തിലേക്ക് വരുന്നത് 1839. LMS വന്നത് നിങ്ങൾക്കറിയാം 1806, CMS വന്നത് 1814, ബേസൽ മിഷൻ കേരളത്തിലേക്ക് വരുന്നത് 1839. അപ്പോൾ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, വരാം അല്ലേ. ആരാണ് ബേസൽ മിഷനെ കേരളത്തിലേക്ക് എത്തിച്ചെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പരിചിതമായ പേരാണ് റെവറൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് അല്ലേ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെവറൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണ് കേരളത്തിലേക്ക് എന്ത് സ്ഥാപനത്തെ എത്തിച്ചത്? ബേസൽ മിഷൻ അല്ലെങ്കിൽ BEMSനെ എത്തിക്കുന്നത് റെവറൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ചില പേരുകൾ കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മറ്റൊന്നുമല്ല, ഡോക്ടർ ഏഞ്ചലോ ഫ്രാൻസിസ്. ഡോക്ടർ ഏഞ്ചലോ ഫ്രാൻസിസ്. ഡോക്ടർ ഏഞ്ചലോ ഫ്രാൻസിസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. മറ്റൊരു പേരാണ് യോഹാൻ ഏൺസ്റ്റ് ഹാൻസ്ലെക് ഡെൻ. ഹാൻസ്ലെക് ഡെൻ. ഓക്കെ അല്ലേ. ഹാൻസിൽ ഡെൻ എന്ന് പറയാറുണ്ട്, ഹാൻസ്ലെക് ഡെൻ എന്നും പറയാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ പേരെന്ന് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. യോഹാൻ ഏൺസ്റ്റ് ഹാൻസ്ലെക് ഡെൻ അല്ലെങ്കിൽ ഹാൻസ്ലെക് ഡെന്ന് നമുക്ക് വായിക്കൊള്ളാവുന്ന രീതിയിലൊരു പേര് നമ്മൾ പറയാറുണ്ട്, അർണോസ് പാതിരി. ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടി കാണും. ഓക്കെ അല്ലേ. യോഹാൻ ഏൺസ്റ്റ് ഹാൻസിൽ ഡെൻ എന്ന് പറയാറുണ്ട്, ഹാൻസ്ലെക് ഡെൻ എന്നും പറയാറുണ്ട്. പ്രത്യേകം ഓർത്തിരിക്കുക. നമുക്ക് എങ്ങനെ പഠിക്കാം? അർണോസ് പാതിരി. നമ്മൾ നവോത്ഥാനത്തിനകത്ത് ഉൾപ്പെടുത്തി പഠിക്കുന്ന ഒരു പേര് തന്നെയാണ് അർണോസ് പാതിരി. അതിൻ്റെ യഥാർത്ഥ പേരാണ് ഞാനിവിടെ എഴുതിയത്. അപ്പോൾ ഈ പേരുകളൊക്കെ തന്നെ നമുക്ക് ആരോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്? പ്രത്യേകം ഓർത്തിരിക്കുക. ഹെർമൻ ഗുണ്ടർട്ടിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന പേരുകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർ പ്രധാനമായിട്ട് ചെയ്തത് 1848 കോഴിക്കോട് കല്ലായിൽ ഇവരെന്ത് ചെയ്യുന്നു? ഒരു പ്രൈമറി സ്കൂൾ സ്ഥാപിക്കുന്നു. 1856 തലശ്ശേരിയിലും ഇവരെന്ത് സ്ഥാപിക്കുന്നു? യെസ്, സ്കൂൾ സ്ഥാപിക്കുന്നു. എസ്പെഷ്യലി പ്രൈമറി സ്കൂളുകൾ ഇംഗ്ലീഷ് സ്കൂളുകൾ തന്നെയാണ് ഇവർ സ്ഥാപിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർ ജർമ്മൻ പാതിരിമാരാണെങ്കിലും ഇവർ കൂടുതലായിട്ട് എന്തിന് കോൺസെൻട്രേറ്റ് ചെയ്തു? എഡ്യൂക്കേഷന് കോൺസെൻട്രേറ്റ് ചെയ്തു. മീഡിയം ഓഫ് ലാംഗ്വേജ് ആയിട്ട് അവർ ഫോർവേഡ് ചെയ്തും ഇംഗ്ലീഷ് തന്നെ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജർമ്മൻ മിഷണറിമാരായിരുന്നു, പക്ഷേ എങ്കിലും അവർ ഇംഗ്ലീഷ് തന്നെ ഫോർവേഡ് ചെയ്തു. എവിടെയൊക്കെയായിരുന്നു? കല്ലായിലും തലശ്ശേരിയിലും. 1848 കല്ലായിലും 1856 തലശ്ശേരിയിലും ഇവരെന്ത് ചെയ്തു? സ്കൂളുകൾ സ്ഥാപിച്ചു. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു പ്രമുഖ വസ്തുതയാണ്, കേരളത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൻ്റെ ഒരു ഗ്രാമർ ടെക്സ്റ്റ് ഹാൻഡിൽ ചെയ്ത ആള് ആരാ? ഏഞ്ചലോ ഫ്രാൻസിസ് ആണ്. അതുപോലെ ആദ്യത്തെ മലയാളം ഡിക്ഷണറി ചെയ്യുന്നത് ആരാ? അർണോസ് പാതിരിയാണ്. നിങ്ങൾക്കറിയാം, ആദ്യത്തെ മലയാളം ഡിക്ഷണറി ചെയ്യുന്നതാണ്. ആദ്യത്തെ മലയാളം ഡിക്ഷണറി ചെയ്ത് അർണോസ് പാതിരിയാണ്. അതായത് മലയാളത്തിൻ്റെതായിട്ടുള്ള നിഘണ്ടു. ഓക്കെ അല്ലേ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, പ്രത്യേകം ഓർത്തിരിക്കുക. ഗ്രാമർ ടെക്സ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നത്, ഗ്രാമർ ടെക്സ്റ്റ് വ്യാകരണ ടെക്സ്റ്റ് ആദ്യമായിട്ട് ചെയ്തത് മലയാളത്തിൽ ഏഞ്ചലോ ഫ്രാൻസിസ് ആണ്. അതുപോലെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞേ? മലയാളം ഡിക്ഷണറി സ്ഥാപിക്കുന്നത് ആരാ? ആദ്യത്തെ മലയാളം ഡിക്ഷണറി അർണോസ് പാതിരിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ചിലർക്ക് ഡൗട്ട് വരും, നമ്മൾ ബെഞ്ചമിൻ ബെയ്ലിയും അതുപോലെ തന്നെ ആരെക്കുറിച്ചും ഹെർമൻ ഗുണ്ടറിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് എന്താണ്? ബെഞ്ചമിൻ ബെയ്ലി ചെയ്ത ആദ്യത്തെ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറിയാണ് ബെഞ്ചമിൻ ബെയ്ലി ചെയ്തത്. ആദ്യത്തെ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറിയാണ് ബെഞ്ചമിൻ ബെയ്ലി ചെയ്യുന്നതെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ആദ്യത്തെ മലയാളം ടു ഇംഗ്ലീഷ് ഡിക്ഷണറി ചെയ്തതാരാ? ഹെർമൻ ഗുണ്ടർട്ടാണ്. ഒന്നുകൂടി ആദ്യത്തെ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. മലയാളം ടു ഇംഗ്ലീഷും ഉണ്ട്, ഇംഗ്ലീഷ് ടു മലയാളമാണ് ആര് ചെയ്യുന്നത്? ബെഞ്ചമിൻ ബെയ്ലി ചെയ്തത്. മലയാളം ടു ഇംഗ്ലീഷ് ചെയ്യുന്നത് ആരാ? ഹെർമൻ ഗുണ്ടർട്ടുമാണ്. ഇപ്പോൾ കുറച്ച് പേർക്ക് ഒന്നുകൂടെ കൺഫ്യൂഷനായി കാണും. ഞാൻ ഒന്നുകൂടെ പറയുകയാണേ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പറയുകയാണ്. പ്രത്യേകം ശ്രദ്ധിച്ച്, ആദ്യത്തെ മലയാള വ്യാകരണ ടെക്സ്റ്റ്, മലയാളം ഗ്രാമർ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് ഡോക്ടർ ഏഞ്ചലോ ഫ്രാൻസിസ് ആണ്. കിട്ടിയല്ലോ. അടുത്തത് ആദ്യത്തെ മലയാളം ഡിക്ഷണറി, മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം മാത്രമേ ഉള്ളൂ, മലയാളം ഡിക്ഷണറി ചെയ്യുന്നത് അർണോസ് പാതിരിയാണ്. ഓക്കെ അല്ലേ? അർണോസ് പാതിരി. അടുത്തത് പ്രത്യേകം ശ്രദ്ധിച്ചേ, ഇംഗ്ലീഷ് ടു മലയാളം ചെയ്യുന്നത് ബെഞ്ചമിൻ ബെയ്ലി. ആരാ? ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് ടു മലയാളം. അടുത്തത് മലയാളം ടു ഇംഗ്ലീഷ് ചെയ്തത് ആരാ? നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട്. കൃത്യമായിട്ട് ഇത് എഴുതി വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആണ്? പ്രത്യേകം ഓർത്തിരിക്കുക. ഇവർ പ്രധാനമായിട്ടും എന്തിനൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇൻട്രൊഡ്യൂസ്ഡ് പ്രിന്റിംഗ് പ്രസ്സസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇവർ പ്രിന്റിംഗ് പ്രസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, വൊക്കേഷണൽ ട്രെയിനിങ്ങിന് ഇവർ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. വൊക്കേഷണൽ ട്രെയിനിങ്ങിന് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം മനസ്സിലാക്കുക, ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ഭാഷാ പഠനത്തിന് ഇവർ വലിയ തോതിലുള്ള പ്രാധാന്യം നൽകിയിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ബേസൽ മിഷൻ എന്തൊക്കെയാണ് ചെയ്തത്? ഇൻട്രൊഡ്യൂസ്ഡ് പ്രിന്റിംഗ് പ്രസ്സസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിന്റിംഗ് പ്രസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ്ങിന് വലിയ പ്രാധാന്യം നൽകി. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിന് അവർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരും അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് കാത്തലിക് മിഷണറീസ് ഇൻ കേരള. ഒന്നുകൂടി, ഹിസ്റ്ററി ഓഫ് കാത്തലിക് മിഷണറീസ് ഇൻ കേരള. ഞാൻ കഴിഞ്ഞ 1-2 സ്ലൈഡുകൾക്ക് മുമ്പ് തന്നെ, അതിൽ 3-4 സ്ലൈഡുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് കാത്തലിക്കും പ്രൊട്ടസ്റ്റന്റും തമ്മിലുള്ള വ്യത്യാസമെന്ന്. നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ കാത്തലിക് മിഷണറീസിൽ ഇവരാണ്. അപ്പോൾ കേരളത്തിലേക്ക് ആദ്യമായിട്ട് വന്നത് ശരിക്കും കാത്തലിക് മിഷണറിമാരാണ്. പക്ഷെ അവർക്ക് വേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷനൊന്നും കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റിയില്ല. അതുമാത്രമല്ല, ഇവരാരും കാര്യമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വലിയ രീതിയിലുള്ള സഹായമൊന്നും അവർ ചെയ്തിട്ടുമില്ല. ഓക്കെ അല്ലേ? പക്ഷേ അവരും ചെറിയ തോതിലുള്ള ചില കോൺട്രിബ്യൂഷൻസ് അവർ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഹിസ്റ്ററി ഓഫ് കാത്തലിക് മിഷണറീസ് ഇൻ കേരള. So Catholic missionaries arrived much earlier with the Portuguese in the 16th century. അപ്പോൾ ആരുടെ വരവോടുകൂടിയ കാത്തലിക് മിഷണറിമാർ കേരളത്തിലേക്ക് വരുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് കാത്തലിക് മിഷണറിമാർ പ്രധാനമായിട്ടും വരുന്നത്. എസ്പെഷ്യലി ജെസ്യൂട്ട് മിഷണറിമാർ. ആരാണ്? ജെസ്യൂട്ട് മിഷണറിമാർ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അറൈവ്ഡ് വിത്ത് വാസ്കോ ഡ ഗാമ ആൻഡ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ സ്പ്രെഡിങ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്ത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി, വാസ്കോ ഡ ഗാമയുടെ വരവോടുകൂടി ഏത് മിഷണറിമാർ? പ്രധാനമായും ജെസ്യൂട്ട് മിഷണറിമാർ എന്നറിയപ്പെടുന്നു. ഇവരെ വിളിക്കുന്ന പേരാണ് ജെസ്യൂട്ട് മിഷണറിമാർ. പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിന് ചുക്കാൻ പിടിച്ചതാവട്ടെ സെന്റ് ഫ്രാൻസിസ് സേവിയർ 1542. പ്രത്യേകം ഓർത്തിരിക്കുക, 1542 കേരളത്തിലേക്ക് എത്തിയ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഈ പറയുന്നത് പോലെ തന്നെ പ്രത്യേകം ഇതിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം 1524 വാസ്കോ ഡ ഗാമ മരിക്കുന്നത്. വാസ്കോ ഡ ഗാമയോടൊപ്പം മിഷണറിമാരും ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. പക്ഷെ അവരെക്കാൾ കൂടുതൽ പോർച്ചുഗീസുകാരോടൊപ്പം പിന്നീട് വന്ന സെന്റ് ഫ്രാൻസിസ് സേവിയർ 1542 ജെസ്യൂട്ട് മിഷണറിമാരോടൊപ്പം ചേർന്ന് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തു. അതുപോലെ തന്നെ ഫൗണ്ടഡ് സെവറൽ സ്കൂൾസ് ആൻഡ് സെമിനാരീസ് ടു എഡ്യൂക്കേറ്റ് ലോക്കൽ കൺവേർട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്കൽസിനെ പഠിപ്പിക്കാനായിട്ട് ഒരുപാട് സ്കൂളുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്, സെമിനാരികൾ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ അവയെല്ലാം പ്രധാനമായിട്ടും മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടതൊക്കെയാണെന്നാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതലും മതപഠനത്തിനായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? Introduced Western style education, particularly in coastal Kerala. അപ്പോൾ
തീരപ്രദേശങ്ങളിൽ, കേരളത്തിൻ്റെതായിട്ടുള്ള തീരപ്രദേശങ്ങളിൽ ഈ പറയുന്ന പോലെ തന്നെ വെസ്റ്റേൺ സ്റ്റൈൽ എഡ്യൂക്കേഷൻ ഫോർവേഡ് ചെയ്ത് ഈ പറയുന്ന പോലെ ജെസ്യൂട്ട് മിഷണറിമാരാണ്. അപ്പോൾ ഞാൻ എടുത്തു പറയുന്നു, അവർക്ക് കാര്യമായിട്ട് ഈ പറയുന്ന പോലെ വിവിധ സബ്ജക്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തി, വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് ഫോർവേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതലും മതപഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ ഫോർവേഡ് ചെയ്തത്. എങ്കിലും അവർ സ്കൂളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Established first printing press in Kerala at St. Paul's College, Goa, which was later used in Kerala. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്തു, ഒരു പ്രിന്റിംഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിച്ച്, ഒരു പ്രിന്റിംഗ് പ്രസ് കേരളത്തിനാണെന്നും പറഞ്ഞു. ഐ റിപ്പീറ്റ്, ഇൻ കേരള ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ്. പ്രത്യേകം ശ്രദ്ധിച്ച്, കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് എന്നുള്ള കോൺസെപ്റ്റ് മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിച്ച് കേരളത്തിന് വേണ്ടിയിട്ടുള്ള എന്നുള്ള സെൻസിൽ ഒരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിതമായിരുന്നു. അത് സെന്റ് പോൾസ് കോളേജ് ഗോവയിലായിരുന്നു. ആ പ്രിന്റിംഗ് പ്രസിന്റെ യന്ത്രങ്ങൾ പിൽക്കാലത്ത് എവിടേക്ക് കൊണ്ടുവരപ്പെട്ടു, കേരളത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്തു. ഓക്കെ അല്ലേ? ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഏത് എന്നുള്ള ചോദ്യം അല്ല ഇവിടെ ഞാൻ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞൊരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കപ്പെട്ടു. അതെവിടെ? സെന്റ് പോൾസ് കോളേജ് ഗോവയിലായിരുന്നു. അത് പിന്നീട് എന്ത് ചെയ്യുകയായിരുന്നു, കേരളത്തിലേക്ക് അതിന്റെ യന്ത്രങ്ങൾ പിൽക്കാലത്ത് കൊണ്ടുവരികയായിരുന്നു. അടുത്തത് കാർമലൈറ്റ് മിഷണറീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർമലൈറ്റ് മിഷണറീസ് എന്ന് പറയുന്നവർ അറൈവ്ഡ് ഇൻ 17th century ടു മീഡിയേറ്റ് ബിറ്റ്വീൻ ദ ലാറ്റിൻ കാത്തലിക് ആൻഡ് ദ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ്. നിങ്ങൾക്കറിയാം, ലാറ്റിൻ കത്തോലിക്കരും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലാറ്റിൻ കത്തോലിക്കരും സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിനും ഇടയിലായിട്ടാണ് കാർമലൈറ്റ് മിഷണറീസ് എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. ഈ കാർമലൈറ്റ് മിഷണറിമാരും കേരളത്തിൽ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷന് വേണ്ടി ചില സംഭാവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി അതും ഞാൻ എടുത്തു പറയുന്നു, തിയോളജിക്കൽ സെമിനാരീസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ക്ലർജി. ക്ലർജി എന്ന് വെച്ചാൽ പുരോഹിതന്മാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച്, മത പഠനം തന്നെയാണ് അവരും എന്ത് ചെയ്യപ്പെട്ടത്, നടത്തിയെന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഞാൻ വീണ്ടും പറയുന്നു, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും സബ്ജക്റ്റ് വൈസ് ഉള്ള എഡ്യൂക്കേഷനും ഫോർവേഡ് ചെയ്തതുപോലെ അല്ലായിരുന്നു അവർക്ക് മുന്നേ വന്ന കാത്തലിക്സ് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ കാത്തലിക് മിഷണറിമാർ എന്ത് ചെയ്ത് എഡ്യൂക്കേഷനെ ഫോർവേഡ് ചെയ്ത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കാർമലൈറ്റ് മിഷണറിമാരും അങ്ങനെ തന്നെയായിരുന്നു. 17th century ആരൊക്കെ തമ്മിലുള്ള മീഡിയേറ്റേഴ്സ് ആയിട്ട്, ലാറ്റിൻ കാത്തലിക്കും സിറിയൻ ക്രിസ്ത്യൻസിനും ഇടയിലുള്ള മീഡിയേറ്റേഴ്സ് ആയിട്ടാണ് അവർ കടന്നു വരുന്നത്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, അവരും എന്തൊക്കെയാ ചെയ്ത്, തിയോളജിക്കൽ സെമിനാരീസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ക്ലർജി, പുരോഹിതന്മാർക്ക് വേണ്ടിയിട്ടുള്ള പഠന കേന്ദ്രങ്ങളും സ്ഥാപിച്ചു. അതായത് മതപഠനം തന്നെയാണ് അവരും ഫോക്കസ് ചെയ്തത്. അടുത്തത് ഫ്രാൻസിസ്കൻ ആൻഡ് കപ്പൂച്ചിൻ മിനിസ്ട്രീസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ബ്രൗൺ കളറിൽ കൂടുതലായിട്ട് ലോഹ ധരിച്ച് ഒരു കെട്ടൊക്കെ കെട്ടി അല്ലേ. ഫ്രാൻസിസ്കൻ ആൻഡ് കപ്പൂച്ചിൻ മിനിസ്ട്രീസ് എന്നാണ് മിഷണറീസ് എന്നാണ് പ്രധാനമായിട്ട് അവരെ വിളിക്കുന്നത്. അവരും ഈ പറയുന്ന പോലെ തന്നെ അഗെയിൻ 17th century ലാറ്റിൻ കാത്തലിക്കിന്റെയും സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിന്റെയും മീഡിയേറ്റ് ആയിട്ടാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അവരും ഫോർവേഡ് ചെയ്ത് എന്തൊക്കെ തന്നെയാണ്, തിയോളജിക്കൽ സെമിനാരീസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ക്ലർജിയും തന്നെയാണ് അവരും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് സീറോ മലബാർ കാത്തലിക് മിഷണറീസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സീറോ മലബാർ കാത്തലിക് മിഷണറിമാർ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഡിജീനിയസ് എഡ്യൂക്കേഷൻ ബ്ലെൻഡിങ് ക്രിസ്ത്യൻ ആൻഡ് കേരള ട്രഡീഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തനത് നമ്മുടെ പഠന പാഠ്യശൈലികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടേക്ക് ക്രൈസ്തവ അതുപോലെ തന്നെ കേരളത്തിൻ്റെതായിട്ടുള്ള സംസ്കാരത്തെ, ട്രഡീഷനെയൊക്കെ ഒന്നിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു പഠനമാണ് അവർ കൊണ്ടുപോയത്. അപ്പോൾ ഒരിക്കൽ കൂടി ക്രിസ്ത്യൻ കാര്യങ്ങൾ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിൻ്റെ സംസ്കാരവുമായി, കേരളത്തിൻ്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇൻഡിജീനിയസ് എഡ്യൂക്കേഷനാണ് ആര് ഫോർവേഡ് ചെയ്ത്, സീറോ മലബാർ കാത്തലിക് മിഷണറിമാർ ഫോർവേഡ് ചെയ്ത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരും പ്രധാനമായിട്ട് എന്ത് തന്നെ എസ്റ്റാബ്ലിഷ്ഡ് മെനി സെമിനാരീസ് ദാറ്റ് ലേറ്റർ എക്സ്പാൻഡഡ് ഇൻ ടു കോളേജസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരും തുടക്കം കുറിച്ചത് മതപഠനം തന്നെയാണ്. പക്ഷെ പിൽക്കാലത്ത് അത് കൂടുതലായിട്ടുള്ള ചിലത് യൂണിവേഴ്സിറ്റീസായി മാറി, ചിലത് കോളേജുകളായി മാറി. അങ്ങനെയുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സീറോ മലബാർ കാത്തലിക് മിഷണറിമാരും നൽകിയിട്ടുണ്ട്. കീ കോൺട്രിബ്യൂഷൻസ് ടു എഡ്യൂക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം മിഷണറിമാർ മൊത്തത്തിൽ നൽകിയിട്ടുള്ള കീ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണ്. നമ്പർ 1, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്കൂൾസ്. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, വില്യം തോബിയാസ് റിംഗിൾ ടോബയാണ് ആദ്യമായിട്ട് വന്നൊരു പ്രൊട്ടസ്റ്റന്റ് മിഷണറി എന്ന് പറഞ്ഞു. അദ്ദേഹം സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു തിരുവനന്തപുരത്ത്, നാഗർകോവിലൊക്കെ 1806 1816 ഇടയ്ക്ക്. അതുപോലെ തന്നെ തോമസ് നോർട്ടൺ ഈ പറയുന്ന പോലെ തന്നെ ആദ്യത്തെ സ്കൂള് 1817 സ്റ്റാർട്ട് ചെയ്തു. എഗെയിൻ എവിടെയാ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിൽ CMS സഭയുടെ ഇതിൽ കീഴിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത്
റെവറൻ എഫ്.എസ്. സ്പ്രിംഗ് സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് സ്കൂൾ ഇൻ തലശ്ശേരി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തലശ്ശേരിയിൽ ആദ്യത്തെ സ്കൂൾ 1717 സ്ഥാപിക്കുന്നത് റെവറൻ എഫ്.എസ്. സ്പ്രിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരിക്കൽ കൂടി, റെവറൻ എഫ്.എസ്. സ്പ്രിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് തലശ്ശേരിയിൽ ആദ്യമായിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1717 തന്നെയാണ്. അതുപോലെ തന്നെ ജെസ്യൂട്ട്സ് എസ്റ്റാബ്ലിഷ്ഡ് സം ഓഫ് ദ ഫസ്റ്റ് സെമിനാരീസ് ഇൻ കേരള ഫോർ ദ തിയോളജിക്കൽ ട്രെയിനിങ്. അപ്പോൾ ദൈവ പഠനത്തിന്, സുവിശേഷ പഠനത്തിന് ഒക്കെ വേണ്ടിയിട്ടുള്ള സെമിനാരികൾ കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. എസ്പെഷ്യലി ആരുടെ കൂടെ വന്നത്? വാസ്കോ ഡ ഗാമയോടൊപ്പം വന്ന ആൾക്കാർ. അതുപോലെ തന്നെ കാത്തലിക് മിഷണറീസ് ഫൗണ്ടഡ് മേജർ കോൺവെന്റ് സ്കൂൾസ് ഇൻ കേരള. കേരളത്തിലെ മേജർ കോൺവെന്റ് സ്കൂളുകളൊക്കെ പിൽക്കാലത്ത് കാത്തലിക് മിഷണറിമാർ എന്ത് ചെയ്യുന്നുണ്ട്? ഫൗണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ വരുമ്പോഴേക്കും കേരളത്തിൽ ആരുണ്ട്? കാത്തലിക് മിഷണറിമാരുണ്ട് അല്ലേ? അവർ കുറേ കൂടെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ കൂടി വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കാലയളവിലാണ് അല്ലേ? അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഓഫ് സ്കൂൾ നെറ്റ്വർക്ക്സ് ഈ മിഷണറിമാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. LMS സ്കൂളുകൾ 1806 1816 ഇടയ്ക്ക് 6 സ്കൂളുകളായിരുന്നു തിരുവിതാംകൂറിൽ. അന്ന് തിരുവിതാംകൂറിൽ മാത്രമേ ഉള്ളൂ, അറിയാമല്ലോ. അത് പിന്നീട് 1819 എത്തുമ്പോൾ 12 സ്കൂളുകളായിട്ട് മാറുന്നുണ്ട്. എത്ര സ്കൂളുകളായി മാറി? 12. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ മണം കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഇല്ലേ? സ്റ്റേറ്റ്മെന്റിനകത്ത് വരാനായിട്ടുള്ള സാധ്യതയുള്ളൊരു പോയിന്റാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. LMS സ്കൂളുകൾ 1806 1816 ഇടയ്ക്ക് വെറും 6 ഉണ്ടായിരുന്നത് പിന്നീട് എത്രയായി മാറി? വെറും 3 വർഷം കൊണ്ട് പിന്നീട് അത് വീണ്ടും ഇരട്ടിയായി മാറി, 12 മാറി ഇല്ലേ? അതുപോലെ തന്നെ CMS സ്കൂളുകളുടെ എണ്ണം 1827 എത്തുമ്പോൾ 2 സ്കൂൾ എന്നുള്ളത് 7 സ്കൂളായി മാറി. എത്ര സ്കൂളായി മാറി? 1814 CMS വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. വരുന്ന സമയത്ത് 2 സ്കൂളുകൾ ഉണ്ടായിരുന്നത് ഒരു 10-13 വർഷം കൊണ്ട് 7 സ്കൂൾ എന്നുള്ള നിലയിലേക്ക് അവരും വളർന്നു. അതുപോലെ തന്നെ ബേസൽ മിഷൻ ഫോക്കസ്ഡ് ഓൺ വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നമുക്കറിയാം ഇന്ന് വൊക്കേഷണൽ സ്കൂളുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അത് ആരിൽ നിന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം? ബേസൽ മിഷനിൽ നിന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ. അടുത്തത് ജെസ്യൂട്ട്സ്, ഫ്രാൻസിസ്കൻസ് ആൻഡ് കാർമലൈറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ടു എഡ്യൂക്കേഷൻ ത്രൂ സെമിനാരീസ് ആൻഡ് സ്കൂൾസ്. നിങ്ങൾക്കറിയാം, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇനി എഡ്യൂക്കേഷൻ ഫോർ ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. പ്രത്യേകം ശ്രദ്ധിച്ച്, നമ്മൾ കോൺട്രിബ്യൂഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻസ്, എഡ്യൂക്കേഷനിലെ കോൺട്രിബ്യൂഷൻസ്. സോ എഡ്യൂക്കേഷൻ ഫോർ ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റീസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പണ്ട് കാലത്ത് അധസ്ഥിതർ അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പഠിക്കാനുള്ള യാതൊരു തരത്തിലുള്ള അവകാശം പോലും ഇല്ലായിരുന്നു. സ്കൂളിൻ്റെ പരിസരത്തുകൂടി നടക്കാനുള്ള അവകാശം പോലും ഇല്ല. അപ്പോഴാണ് മിഷണറിമാരാണ് പ്രധാനമായിട്ടും ഇവർക്ക് പഠിക്കാനുള്ള ഒരു അവസരമൊക്കെ ഒരുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇൻട്രൊഡ്യൂസ്ഡ് കോ എഡ്യൂക്കേഷൻ ഇൻ വില്ലേജസ് ലാക്കിംഗ് സ്കൂൾസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഒന്നിച്ചിരുത്തി ഗ്രാമങ്ങളിൽ, ഈ പറയുന്ന പോലെ തന്നെ സ്കൂളുകളില്ലാത്ത, വിദ്യാഭ്യാസ സമ്പ്രദായം നിലവില്ലാത്ത ഗ്രാമങ്ങളിൽ ഒന്നിച്ച് വിവിധ മതങ്ങളിലുള്ള, ജാതികളിലുള്ള ആൾക്കാരെ ഒന്നിച്ചിരുത്തി പഠനം നടത്തി അവർക്ക് ക്ലാസ്സുകൾ എടുത്ത് നൽകി തുടങ്ങി മിഷണറിമാർ. അതുപോലെ തന്നെ പ്രൊമോട്ടഡ് വിമൻസ് എഡ്യൂക്കേഷൻ ഡെസ്പൈറ്റ് സൊസൈറ്റൽ റെസിസ്റ്റൻസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സമൂഹത്തിൽ നിന്ന് വലിയ ഒരു പ്രതിരോധം നേരിട്ടു, വലിയൊരു എതിർപ്പ് നേരിട്ടു. എന്തിന്? വനിതകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന്. ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഒരിക്കലും ഒരു മിഷണറി ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ, ആ ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് ആ മിഷണറി എത്തിയത് അയാളുടെ ഭാര്യയെ ഞങ്ങൾ നടത്തുന്ന ക്ലാസ്സിലേക്ക് വിടണമെന്ന് അറിയിക്കാനാണ് ആ മിഷണറി എത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യയ്ക്ക് പകരം ഞാൻ എൻ്റെ വീട്ടിലെ പശുവിനെ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം? അഴിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് നൽകാം. അതിനെ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ പഠിപ്പിക്കുന്നത് എൻ്റെ ഭാര്യയേക്കാൾ കൂടുതൽ ചിലപ്പോൾ അതിന് മനസ്സിലാകുകയും അതിന് പ്രയോജനപ്പെട്ടു എന്ന് വരികയും ചെയ്തേക്കാം. അങ്ങനെ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിന്. കേരളത്തിൽ വരെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് കരുതിയിരുന്നത്. അതിന് വലിയൊരു മാറ്റം കൊണ്ടുവന്നത് നമ്മുടെ മിഷണറിമാരാണ്. സപ്പോർട്ടഡ് എഡ്യൂക്കേഷൻ ഫോർ ലോവർ കാസ്റ്റ് ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ അളവിൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെയും വിദ്യാഭ്യാസം നൽകുന്ന കാര്യങ്ങളിൽ വളരെയധികം സപ്പോർട്ടും വളരെയധികം പ്രവർത്തനങ്ങളും ആര് നടത്തി? മിഷണറിമാർ നടത്തി. അടുത്തത് മോഡേണൈസിങ് എഡ്യൂക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആധുനികവൽക്കരിച്ചു. വിദ്യാഭ്യാസത്തെ ആധുനികവൽക്കരിച്ചതും ആര് തന്നെയാണ്? ഈ മിഷണറിമാർ തന്നെയാണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അതായത് ട്രഡീഷണൽ സ്കൂളുകളായിട്ട് നടന്ന പാഠശാല, ആശാൻ കളരി, കുടിപ്പള്ളിക്കൂട്, ഇവയിൽ നിന്ന് തന്നെ തുടങ്ങി അവർ. പക്ഷേ അത് എന്താക്കി കൺവേർട്ട് ചെയ്തു? യെസ്, സ്കൂളുകളാക്കി കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ മോഡേൺ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ്. റീഡിംഗ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക്, ഇങ്ങനെ 3 R എന്നാണ് അതിന് പറയുന്നത്. റീഡിംഗ്, റൈറ്റിങ്ങിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ 6 തന്നെയല്ലേ. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോഴും 6 കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ 3 R എന്ന് പറയുന്ന കോൺസെപ്റ്റ് മോഡേൺ സിസ്റ്റത്തിൽ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? യെസ്, മിഷണറിമാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ മോഡേൺ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്, ദാറ്റ് ഇസ് റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമാറ്റിക്. 3 ടയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നതും പ്രധാനമായിട്ടും ആര് തന്നെയാണ്? മിഷണറിമാർ തന്നെയാണ്. പ്രൈമറി, മിഡിൽ ആൻഡ് ഹൈസ്കൂൾ. പ്രൈമറി, മിഡിൽ ആൻഡ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ 3 സിസ്റ്റം കൊണ്ടുവന്നതും അല്ലെങ്കിൽ 3 തരത്തിലുള്ള 3 ടയർ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നതും മിഷണറിമാർ തന്നെയാണ്. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു കൂടി നമുക്കൊന്ന് നോക്കാം. റെവറൻഡ് ചാൾസ് മീഡ്, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ്. ഫൗണ്ടഡ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇൻ നാഗർകോവിൽ 1818. 1818 ആദ്യത്തെ പ്രോപ്പർ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഇദ്ദേഹം നാഗർകോവിലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. മഹാരാജ സ്വാതി തിരുനാൾ എൻഡോഴ്സ്ഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. മഹാരാജ സ്വാതി തിരുനാൾ എൻഡോഴ്സ്ഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിൽ 1834 വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇദ്ദേഹം എന്ത് പ്രൊമോട്ട് ചെയ്തു? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻസ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് സ്കൂളുകൾ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. എവിടെയൊക്കെ? കായംകുളത്ത് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടറയിൽ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോട്ടറയിൽ, അതുപോലെ തന്നെ ചിറയിൻകീഴിൽ ഒക്കെ ഈ പറയുന്ന പോലെ തന്നെ ഓർത്തിരിക്കുക, ഡിസ്ട്രിക്ട് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഫ്രീ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. എന്ത് സ്കൂളുകൾ? ഫ്രീ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ആരാ? യെസ്, നമ്മുടെ സ്വാതി തിരുനാൾ. സോ രാജ ഫ്രീ സ്കൂളുകൾ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ പിന്നീട് എന്തായി മാറുന്നുണ്ട്? യൂണിവേഴ്സിറ്റികളായിട്ട് വരെ മാറുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകം ഓർത്തിരിക്കുക. മഹാരാജ ഫ്രീ സ്കൂൾ ഒരെണ്ണം യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരമായി മാറുന്നുണ്ട്. പ്രത്യേകം ഓർത്തിരിക്കുക. അങ്ങനെ ഈ പറയുന്ന പോലെ തിരുവിതാംകൂറിലെ പ്രമുഖ ഭരണാധികാരികളും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റോയൽ പ്രൊക്ലമേഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കേട്ടിട്ടുള്ളവർക്ക് എൻ്റെ ഒപ്പം റിവൈസ് ചെയ്യാവുന്നതാണ്. റോയൽ പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ 1817. നിങ്ങൾക്കറിയാം 1817 ആരാ തിരുവിതാംകൂർ ഭരിച്ചിരുന്നേ? റീജന്റ് ഭരണമാണ് നടന്നിരുന്നത്. റീജന്റ് ഭരണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മഹാറാണി ഗൗരി ലക്ഷ്മിഭായിയുടെ മരണത്തിന് ശേഷം രാജാവാകേണ്ട സ്വാതി തിരുനാൾ, അദ്ദേഹം തീരെ കുട്ടിയായതുകൊണ്ട് തന്നെ, അത് 2-2.5 വയസ്സ് മാത്രം പ്രായമുള്ള സ്വാതി തിരുനാളിന് വേണ്ടി റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ സഹോദരിയായിട്ടുള്ള റാണി ഗൗരി പാർവതിഭായ് റീജന്റ് ഭരണം നടത്തുന്നു. സ്വാതിക്ക് വേണ്ടി റീജന്റ് ഭരണം നടത്തുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ പ്രത്യേകം ഓർത്തിരിക്കുക. സോ റാണി ഗൗരി പാർവതിഭായ് ഒരു പ്രൊക്ലമേഷൻ നടത്തുന്നുണ്ട്. തിരുവിതാംകൂറിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന പിൽക്കാലത്ത് അറിയപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത്. കാര്യം വേറൊന്നുമല്ല, ഈ ഒരു റോയൽ പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂറിലൂടെയാണ് ഇന്ത്യക്കാർക്ക് മുഴുവൻ മാതൃകയാക്കാവുന്ന ഒരു തീരുമാനം എടുക്കപ്പെടുന്നത്. റാണി ഗൗരി പാർവതിഭായ്, ഐ റിപ്പീറ്റ്, റാണി ഗൗരി പാർവതിഭായ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പാർവതിഭായ് തമ്പുരാട്ടി എടുത്ത ആ റോയൽ പ്രൊക്ലമേഷനിൽ ഭാരതത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രം. അപ്പം അന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഒരു നാട്ടുരാജ്യമാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ആ തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം മൊത്തത്തിൽ ആ പറയുന്ന സർക്കാരിൻ്റെ, തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ സർക്കാരിൻ്റെ രാജഭരണത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത്? വിദ്യാഭ്യാസം എന്നുള്ളതാക്കി മാറ്റി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇന്ന് ഭരണഘടനയിലും ഇത് തന്നെയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്? എഡ്യൂക്കേഷൻ. സ്റ്റേറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രത്തെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത്? എഡ്യൂക്കേഷൻ. അപ്പോൾ അതിനൊക്കെ തുടക്കം കുറിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോയൽ പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ 1817 പിൽക്കാലത്ത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിക്ലറേഷൻ എന്തിനേയും പ്രൊമോട്ട് ചെയ്യുന്നു? ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് റോയൽ പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ 1817. ആരാ പ്രഖ്യാപിച്ചത്? റാണി ഗൗരി പാർവതിഭായ്. ക്ലിയർലേ? യെസ്. അതിനുശേഷം പിൽക്കാലത്ത് പ്രായപൂർത്തിയായ സമയത്ത് മഹാരാജ സ്വാതി തിരുനാൾ
പ്രായപൂർത്തിയായപ്പോൾ റാണി ഗൗരി പാർവതിഭായ് തൻ്റെ ഭരണം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നുണ്ട്. അദ്ദേഹവും വന്ന ഉടനെ തന്നെ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. 1834 ഇംഗ്ലീഷ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിക്ട് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, രാജ ഫ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിക്ട് സ്കൂൾ എവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? കായംകുളം, കോട്ര, ചിറയൻകീഴ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അതിലൊരു ഫ്രീ സ്കൂൾ എന്തായി മാറി പിൽക്കാലത്ത് തിരുവനന്തപുരത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോളേജായ യൂണിവേഴ്സിറ്റി കോളേജായിട്ട് മാറുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ജോൺ റോബർട്ട്സിന്റെ കീഴിലാണ് ഈ ഫ്രീ സ്കൂളുകൾ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. അത് തിരുവനന്തപുരത്ത് സ്ഥാപിതമായി 1834 ഞാൻ പറഞ്ഞു. അതെന്തായി മാറി? യൂണിവേഴ്സിറ്റി കോളേജായി മാറി. ഓക്കെ അല്ലേ? യെസ്. ഇനി ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇൻ മലബാർ വാസ് സെറ്റപ്പ് ഇൻ 1848. ഞാൻ ഓൾറെഡി പറഞ്ഞു, കല്ലായിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു കല്ലായിക്ക് ശേഷം പിന്നെ തെല്ലിശ്ശേരിയിൽ 56 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാത്തലിക് മിഷണറിമാർ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോൺവെന്റ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് കോൺവെന്റ് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഹയർ എഡ്യൂക്കേഷനിലേക്ക് മിഷണറിമാർ നടത്തിയ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. CMS കോളേജ് കോട്ടയം 1833 സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് അല്ലെങ്കിൽ ഫസ്റ്റ് കോളേജാണ്. ഞാൻ പറഞ്ഞു 1817 വന്നു എങ്കിൽ പോലും പൂർണ്ണമായിട്ട് കോളേജായിട്ട് പ്രവർത്തനം തുടങ്ങിയത് 1833 സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് നാഗർകോവിൽ 1893 ഫൗണ്ട് ചെയ്ത് LMS മിഷണറിയാണ്. തിരുവിതാംകൂറിലെ ആദ്യകാല കോളേജുകളിൽ ഒന്നായിട്ടുള്ള സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് എന്ത് എഡ്യൂക്കേഷനെ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്ത സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് നാഗർകോവിൽ 1893 ഫൗണ്ട് ചെയ്യപ്പെട്ടത് LMS മിഷണറിയാണ്. ഓർത്തിരിക്കുക. അടുത്തത് മഹാരാജാസ് കോളേജ് ഫോർ വിമൻ, വിമൻസ് കോളേജ് തിരുവനന്തപുരം. ഇനിഷ്യലി LMS അതായത് ലണ്ടൻ മിഷണറി സൊസൈറ്റി സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോയതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജ് നിങ്ങൾക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജാണ്, കോഴിക്കോടാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ്. അത് സ്റ്റാർട്ട് ചെയ്ത് ബേസൽ മിഷൻ ആണ്. ആരാണ്? ബേസൽ മിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ദെൻ ജെസ്യൂട്ട് കോളേജസ് കൂടുതലായിട്ടും ഈ പറയുന്ന കാത്തലിക് മിഷണറിമാർ സ്റ്റാർട്ട് ചെയ്തൊക്കെ പലതും എന്തായി മാറി? യൂണിവേഴ്സിറ്റീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്തായിരുന്നു ഇവർ നൽകിയ കോൺട്രിബ്യൂഷൻ? മിഷണറിമാർ നൽകിയ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, റെവറൻ ജോസഫ് പീറ്റ് ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും വെച്ചുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ? CMS കോളേജിലാണ് ഇത് തുടങ്ങുന്നത് 1859. നല്ലൊരു ഒരു പോയിന്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, റാങ്ക് ഫയലുകളിലൊന്നുമില്ല, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. പ്രത്യേകം മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി, റെവറൻ ജോസഫ് പീറ്റ് ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും വെച്ചിട്ടുള്ള പഠനം. എവിടെ സ്റ്റാർട്ട് ചെയ്തു? CMS കോളേജ് കോട്ടയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഏത് വർഷം? 1859. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പ്രാക്ടിക്കൽ പഠനം, അതുപോലെ തന്നെ ലാബ് ഫെസിലിറ്റി തുടങ്ങിയ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആര് തന്നെയാണ്? മിഷണറിമാർ തന്നെയാണ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ബേസൽ മിഷൻ പൈനിയർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രിന്റിംഗ് ടെക്നോളജി. പ്രത്യേകം ഓർത്തിരിക്കുക, കേരളത്തിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ, പ്രിന്റിംഗ് ടെക്നോളജിയൊക്കെ മുതൽക്കൂട്ടായത് പ്രധാനമായിട്ടും ആരുടെ പ്രവർത്തനങ്ങളാണ്? ബേസൽ മിഷൻ്റെതാണ്. എസ്പെഷ്യലി ഞാൻ ഈ ബേസൽ മിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ 3 മിഷണറിമാരെ ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. LMS, CMS ആൻഡ് ബേസൽ മിഷൻ. പിൽക്കാലത്ത് ഈ പറയുന്ന മിഷണറി സൊസൈറ്റിയിൽ പ്രവർത്തിച്ച ലെജൻഡുമാരുടെ, മഹാന്മാരുടെ ഭാര്യമാരും കേരളത്തിലേക്ക് എത്തി വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയാം. അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് വന്നാൽ നിങ്ങൾ ട്രൂ എഴുതിക്കൊള്ളണം. ഇവരുടെ ഭാര്യമാരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ കാര്യമാണ്. ഓക്കെ അല്ലേ? അടുത്തത്, കാത്തലിക് മിഷണറീസ് ഇൻട്രൊഡ്യൂസ്ഡ് സയന്റിഫിക് എഡ്യൂക്കേഷൻ ത്രൂ സെമിനാരീസ്. പ്രത്യേകം ശ്രദ്ധിച്ച് ആ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? കാത്തലിക് മിഷണറീസ് ഇൻട്രൊഡ്യൂസ്ഡ് സയന്റിഫിക് എഡ്യൂക്കേഷൻ ത്രൂ സെമിനാരീസ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ട്രൂ എഴുതിക്കോളാം. പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ സെമിനാരികളിൽ എന്താ പഠിപ്പിക്കാറ്? നിങ്ങൾക്കറിയാം, മതപഠനമാണ്. ഒരല്പം കൂടി കടന്ന് പിന്നീട് മതപഠനത്തെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളെ കൂടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള പഠനം സ്റ്റാർട്ട് ചെയ്തതും കാത്തലിക് മിഷണറിമാരാണ്. ഇനി എന്താണ് ഇവരുടെ വിമൻസ് എഡ്യൂക്കേഷൻ പയനിയറിംഗ് എഫേർട്സ്? വനിതകളെ പഠിപ്പിക്കുന്നതിലുള്ള ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഗേൾസ് സ്കൂൾ ഇൻ സൗത്ത് ട്രാവൻകൂർ 1819 ദക്ഷിണ തിരുവിതാംകൂർ അല്ലെ തെക്കൻ തിരുവിതാംകൂറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മിസ്സിസ് ചാൾസ് മീഡ് ആണ് അതിന് നേതൃത്വം നൽകിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഗേൾസ് സ്കൂൾ ഇൻ സൗത്ത് ട്രാവൻകൂർ. എസ്പെഷ്യലി ഈ പറയുന്ന പോലെ തന്നെ ആലപ്പുഴയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഒക്കെ ആയിട്ടാണ് ഗേൾസ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ
First girls' school in North Travancore 1820s later named Baker Memorial School എന്നറിയപ്പെടുന്നത് അത് സ്ഥാപിച്ചത് മിഷണറിമാർ തന്നെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞൊരു പേര് ഹെൻറി ബേക്കർ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ബേക്കർ മെമ്മോറിയൽ സ്കൂൾ എന്നാണ്. എന്താണ് ബേക്കർ മെമ്മോറിയൽ സ്കൂൾ? CMS. ഓക്കെ അല്ലേ? ശരി. അടുത്തത് കാത്തലിക് കോൺവെന്റ് സ്കൂൾസ് എഡ്യൂക്കേറ്റഡ് തൗസൻഡ്സ് ഓഫ് ഗേൾസ് അക്രോസ് കേരള. ഗേൾസ് ഉള്ള ഈ സ്കൂളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കാത്തലിക്കുകളുടെ കോൺവെന്റ് സ്കൂളുകൾ, കാത്തലിക് മിഷണറിമാരുടെ കോൺവെന്റ് സ്കൂളുകൾ ആയിരക്കണക്കിന് പെൺകുട്ടികളെ കേരളത്തിൽ എന്ത് ചെയ്തു? വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ചിരുന്നു. പ്രധാനമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ആരൊക്കെയായിരുന്നു ഈ ഗേൾസ് സ്കൂളിന് പിന്നിലും ചോദിച്ചാൽ മിസസ് നോർട്ടൺ, നിങ്ങൾ കണ്ടല്ലോ, പേരുകൾ കണ്ടല്ലോ, മിസസ് നോർട്ടൺ, മിസസ് ബെയ്ലി, മിസസ് പീറ്റ്, മിസസ് മോൾട്ട്, മിസസ് മില്ലർ, മിസസ് തോംസൺ. ഇവിടെ കാത്തലിക് മിഷണറിമാരുടെ ഭാര്യമാരുടെ പേരുകൾ കൂടി ഞാൻ എന്ത് ചെയ്യാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അവർക്കും ഈ പറയുന്ന പോലെ ഗേൾസ് സ്കൂളുകളും വിമൻസ് എഡ്യൂക്കേഷനകത്തും വലിയ പങ്കുണ്ടായിരുന്നു. ആർക്കൊക്കെ? പ്രത്യേകം ശ്രദ്ധിക്കുക. യെസ്, കാത്തലിക് മിഷണറിമാരുടെയും ഭാര്യമാർക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ഫോർ ദ അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ഡിസേബിൾഡ്. പ്രത്യേകം ശ്രദ്ധിച്ച് അടുത്ത് നമ്മൾ പറയുന്നത് ഒരിക്കലും സമൂഹത്താൽ അംഗീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കപ്പെടാതിരുന്ന, അതുപോലെ തന്നെ വികലാംഗരായിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള വൈകല്യങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടും എഡ്യൂക്കേഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത് ആര് തന്നെയാണ്? മിഷണറിമാർ തന്നെയാണ്. യെസ്, ഫസ്റ്റ് സ്കൂൾ ഫോർ സ്ലേവ്സ് ഇൻ കൊച്ചി 1829 അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള, അടിമകളുടെ മക്കൾക്കും അവർക്കും വേണ്ടിയിട്ടുള്ള സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്സിസ് സാമുവൽ റിഡ്സ്ഡെയിൽ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിസ്സിസ് സാമുവൽ റിഡ്സ്ഡെയിൽ. ഏത് വർഷം? 1829 സ്റ്റാർട്ട് ചെയ്ത്. CMS തന്നെയാണ് ഇവിടെയും അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. CMS, ചർച്ച് മിഷണറി സൊസൈറ്റി. അപ്പോൾ സ്ലേവ്സിന് വേണ്ടിയിട്ട്, അടിമകൾക്ക് വേണ്ടിയിട്ടും അവരുടെ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സ്കൂൾ കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് കൊച്ചിയിലാണ്. 1829 മിസ്സിസ് സാമുവൽ റിഡ്സ്ഡെയിലാണ് അതിന് നേതൃത്വം നൽകിയത്. അടുത്തത് ഫസ്റ്റ് സ്കൂൾ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എസ്പെഷ്യലി ഫോർ പറയ കമ്മ്യൂണിറ്റി 1835 സ്റ്റാർട്ട് ചെയ്തും. എവിടെ തന്നെയാണ്? പ്രത്യേകം ഓർത്തിരിക്കുക, കേരളത്തിൽ എവിടെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിൽ, ട്രാവൻകൂറിലാണ് അത് സ്റ്റാർട്ട് ചെയ്ത്. പ്രത്യേകം ഓർത്തിരിക്കുക. യെസ്, LMS ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? LMS, ലണ്ടൻ മിഷണറി സൊസൈറ്റിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1835 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പറയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതും ആര് തന്നെയാണ്? മിഷണറി തന്നെയാണ്. സെപ്പറേറ്റ് സ്കൂൾസ് ഫോർ പുലയ ആൻഡ് പറയ സ്റ്റുഡൻസ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ആദ്യമായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്പറേറ്റ് സ്കൂൾസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പുലയ കമ്മ്യൂണിറ്റിയിലെയും പറയ കമ്മ്യൂണിറ്റിയിലെയും സ്റ്റുഡൻസിന് വേണ്ടി വളരെ നല്ല ഒരു ആരംഭമാണ്, വളരെ നല്ലൊരു തുടക്കമാണ്. ഈ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത്. നിങ്ങൾക്കറിയാം, സമൂഹത്തിൽ നിന്ന് ഒട്ടനവധി എതിർപ്പുകൾ മിഷണറിമാർക്ക് നേരിടേണ്ടി വന്നെങ്കിലും അവർ ശക്തമായിട്ട് എന്ത് ചെയ്തു? മുന്നോട്ട് പോയി. 1849 അതും എവിടെയാണ്? തിരുവല്ല, പത്തനംതിട്ട. തിരുവല്ല എവിടെയാ? യെസ്, പത്തനംതിട്ടയാണ്. പത്തനംതിട്ട. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. ഏത് വർഷം? 1849. ഇനി ഫസ്റ്റ് സ്കൂൾ ഫോർ ഡഫ് ആൻഡ് ഡംബ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഡഫ് ആൻഡ് ഡംബിന് വേണ്ടിയിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്തു? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ആർക്കാ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ബധിരർക്കും മൂകർക്കും വേണ്ടി, ബധിരർക്കും മൂകർക്കും വേണ്ടി അല്ലേ? ഞാനിതൊക്കെ എല്ലാ റെസ്പെക്റ്റോടും കൂടിയാണ് ഞാൻ അവരെ എന്ത് ചെയ്യുന്നത്? അഭിസംബോധന ചെയ്യുന്നത്. വൈകല്യമുള്ളവരെ ഈ പറയുന്ന പോലെ യാതൊരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വിഷമിപ്പിക്കാൻ പാടില്ല. സോ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്സ്, ഡെഫ് ആൻഡ് ഡംബിന് വേണ്ടിയിട്ടുള്ള ഈ ആദ്യത്തെ സ്കൂൾ, ഡെഫ് ആൻഡ് ഡംബിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് CMS കമ്മ്യൂണിറ്റി എവിടെ? തിരുവല്ലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ്? തിരുവല്ലയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് വൊക്കേഷണൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ. വൊക്കേഷണൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷനിൽ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻസ്. സ്കൂൾ ഓഫ് ഇൻഡസ്ട്രി എന്ന പേരിൽ ആദ്യമായിട്ടൊരു ഇൻഡസ്ട്രിയൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാഗർകോവിലാണ് 1820. നിങ്ങൾക്കറിയാം, LMS ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. റെവറൻ ചാൾസ് മീഡ് തന്നെയാണ്. എന്തൊക്കെയായിരുന്നു ആ സ്കൂളിൽ പ്രധാനമായിട്ട് പഠിപ്പിച്ചിരുന്നത്? ബുക്ക് ബൈൻഡിങ്, ടാനിങ് ആൻഡ് വീവിങ്. ക്ലിയർ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി, ബുക്ക് ബൈൻഡിങ്, ടാനിങ് ആൻഡ് വീവിങ്, ഇത്രയുമാണ് പ്രധാനമായിട്ട് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. നാഗർകോവിലെ സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയിൽ പഠിപ്പിച്ചിരുന്നത്. LMS കമ്മ്യൂണിറ്റി, LMS സൊസൈറ്റിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഏത് വർഷം? 1820. സോ ബേക്കർ മെമ്മോറിയൽ സ്കൂളിലും എന്ത് ഉണ്ടായിരുന്നു? യെസ്, നമ്മുടെ ബേക്കർ മെമ്മോറിയൽ സ്കൂളിലും CMS ആരംഭിച്ച ബേക്കർ മെമ്മോറിയൽ സ്കൂളിലും എന്തുണ്ടായിരുന്നു? വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് ഇൻ നീഡിൽ വർക്ക്, നെറ്റിംഗ് ആൻഡ് സ്പിന്നിങ്. നെറ്റിംഗ് ആൻഡ് സ്പിന്നിങ് വളരെ ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക. നീഡിൽ വർക്കിലും നെറ്റിങ്ങിലും സ്പിന്നിങ്ങിലും ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ എന്ത് നൽകിയിരുന്നു? ചരിത്രത്തിലുണ്ട്, അവർക്ക് ട്രെയിനിങ് നൽകിയിരുന്നു. സോ അടുത്തത് CMS വീവിംഗ് സ്കൂൾ
തിരുവല്ല സ്പെഷ്യൽഡ് ഇൻ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ CMS സ്കൂളിൽ തിരുവല്ലയിലെ CMS സ്കൂളിൽ വീവിങ് കൂടി എന്ത് ചെയ്യുന്നു, പഠിപ്പിച്ചിരുന്നു. നെയ്ത്ത്, എസ്പെഷ്യലി ടെക്സ്റ്റൈൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നെയ്ത്ത് മാത്രമല്ലാതെ മറ്റു കാര്യങ്ങളും ഇവിടെ പഠിപ്പിച്ചിരുന്നു. CMS വീവിംഗ് സ്കൂൾ തിരുവല്ലയിൽ പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കാത്തലിക് മിഷണറീസ് ഇൻട്രൊഡ്യൂസ്ഡ് അഗ്രികൾച്ചറൽ ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ്. പ്രത്യേകം ഓർത്തിരിക്കുക, പതിയെ ഇൻഡസ്ട്രിയൽ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ തന്നെ പിൽക്കാലത്ത് കേരളത്തിൽ വലിയ സാധ്യതകളുണ്ടെന്ന് കണ്ടെത്തിയ എന്ത് മേഖല, കാർഷിക മേഖലയിലും പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ് നൽകാൻ സ്കൂളുകൾ ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, കരകൗശല മേഖലയിലും പ്രത്യേകം ഓർത്തിരിക്കുക, കരകൗശല മേഖലയിലും പ്രത്യേകം സ്കൂളുകളായിട്ട് തന്നെ ആരംഭിച്ചു. നിങ്ങൾക്കറിയാം, ഇന്ന് മോഡേൺ വേൾഡിൽ പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളെ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്നതാണ് ക്രാഫ്റ്റ് സ്കൂളുകൾ. സോ ഇതൊക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കാത്തലിക് മിഷണറിമാരാണ്. വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന കാത്തലിക് മിഷണറിമാരുടെ അഗ്രികൾച്ചറൽ ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിങ് സ്കൂളുകൾ കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഫസ്റ്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, CMS എന്താണ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാവേലിക്കരയിലാണ്. അധ്യാപകർക്ക് തന്നെ ട്രെയിനിങ് നൽകുക എന്നുള്ള കോൺസെപ്റ്റ് ഈ മിഷണറിമാരാണ് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് CMS മാവേലിക്കരയിലാണ്. ആൻഡ് അതർ മിഷണറി കോൺട്രിബ്യൂഷൻസിലേക്ക് നമ്മൾ വരുന്നു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ജനന മിഷണറി സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ഓർത്തിരിക്കുക. ഇവരാണ് ഫോർട്ട് സ്കൂൾ, തിരുവനന്തപുരത്തെ ഫോർട്ട് സ്കൂൾ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. നിങ്ങൾ അറിയുക, LMS CMS സഭകളുടെ പിന്നിലായി കേരളത്തിലേക്ക് എത്തിയ മറ്റൊരു സഭയാണ് CEZMS എന്ന് പറയുന്നത്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ജനന മിഷണറി സൊസൈറ്റി. ഒന്നുകൂടി, ജനന മിഷണറി സൊസൈറ്റി. ഇവരാണ് തിരുവനന്തപുരത്തെ ഫോർട്ട് സ്കൂൾ എന്ത് ചെയ്തിരിക്കുന്നത്, സ്ഥാപിച്ചിരിക്കുന്നത്. 1864 പ്രത്യേകം ഓർത്തിരിക്കുക. യെസ്, ആൻഡ് ഓൾസോ കാത്തലിക് മിഷണറീസ് എസ്റ്റാബ്ലിഷ്ഡ് ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് തിരുവനന്തപുരം 1880 1880 ഹോളി ഏഞ്ചൽസ് എന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗേൾസ് ഒൺലി സ്കൂളും എന്ത് ചെയ്തു, സ്ഥാപിച്ചതും കാത്തലിക് മിഷണറിമാർ ആണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്, ആൻഡ് ലാസ്റ്റ് വൺ, ടെക്സ്റ്റ് ബുക്ക് കമ്പൈലേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻസ്. ടെക്സ്റ്റ് ബുക്ക് കമ്പൈലേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ, ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ടും ട്രാൻസ്ലേഷൻസുമായി ബന്ധപ്പെട്ട മിഷണറീസിന്റെ കോൺട്രിബ്യൂഷൻസ് നമുക്കൊന്ന് നോക്കാം. ദ ഫസ്റ്റ് മലയാളം ടെക്സ്റ്റ് ബുക്ക് കമ്പൈൽഡ് ബൈ റെവറൻഡ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർ. ഹെർമൻ ഗുണ്ടറാണ് ഒരു ടെക്സ്റ്റ് ബുക്ക് ആദ്യമായിട്ട് മലയാളത്തിൽ എന്ത് ചെയ്യുന്നത്, കമ്പൈൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻസ് ഓഫ് സയന്റിഫിക് വർക്ക്സ് ആൻഡ് റിലീജിയസ് ലിറ്ററേച്ചർ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ശാസ്ത്ര വർക്കുകളും അതായത് ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള പുസ്തകങ്ങളും മതസംബന്ധമായ പുസ്തകങ്ങളും ഒരുപാട് ഈ പറയുന്ന പോലെ തന്നെ മിഷണറിമാർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ സവിശേഷത എന്താണെന്ന് ആർക്കെങ്കിലും പിടികിട്ടുന്നുണ്ടോ? പ്രത്യേകം ശ്രദ്ധിച്ചേ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. ഈ ഇംഗ്ലീഷ്, ലാറ്റിൻ പോലുള്ള ഭാഷകളൊക്കെ ഈ ഉയർന്ന പദവിയുള്ള അല്ലെങ്കിൽ ആൾക്കാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ സമ്പന്നരായിട്ടുള്ള കുടുംബങ്ങളിലെ ആൾക്കാർക്ക് മാത്രമേ അന്ന് ലഭിച്ചിരുന്നുള്ളൂ വിദ്യാഭ്യാസം. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കാൻ അവസരം ലഭിച്ചിരുന്നതും ഇവർക്കൊക്കെ തന്നെയാണ്. അപ്പോൾ ശാസ്ത്ര സംബന്ധിയായിട്ടുള്ളതോ മതപരമായിട്ടുള്ളതോ ഒക്കെ കാര്യങ്ങൾ വളരെ വിശിഷ്ടമാണെന്നും താഴ്ന്ന ജാതിക്കാർക്ക് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടാൻ പാടില്ല എന്നും കരുതിയിരുന്ന ഒരു കാലയളവിൽ മിഷണറിമാർ ചെയ്തത് എന്താണെന്നറിയോ? അവർ വന്ന ആദ്യം ഈ പറയുന്ന പോലെ മലയാളം സ്വന്തം ഭാഷ, മാതൃഭാഷ നന്നായിട്ട് അവരെ പഠിപ്പിക്കാൻ ആദ്യം ശ്രമിച്ചു. അതിൻ്റെ ഒപ്പം ഇംഗ്ലീഷ് എന്ത് ചെയ്തു, അവർക്ക് പറഞ്ഞു കൊടുത്തു. ചിലർ ലാറ്റിൻ പോലുള്ള വിദേശ ഭാഷകൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിനൊപ്പം തന്നെ ഈ പറയുന്ന സർവ്വസാധാരണക്കാർക്ക്, കേരളത്തിലെ സർവ്വസാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഓർത്തിരുന്നു, ലോകോത്തരമായിട്ടുള്ള ശാസ്ത്രരേഖകളും മതപഠന രേഖകളും ഒക്കെ പുസ്തകങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തു, മലയാള ഭാഷ ഉൾപ്പെടെയുള്ള ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരെ സഹായിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ദ ഫസ്റ്റ് മലയാളം നോവൽ ഫോം ബുക്കാണ് ഫൂലമണി ആൻഡ് കരുണ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് റെവറൻ ജോസഫ് പീറ്റാണ് 1858. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുലമണി ആൻഡ് കരുണ. ഫുലമണി ആൻഡ് കരുണ എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ പറയുന്ന പോലെ തന്നെ മലയാളം നോവൽ ഫോം ബുക്ക് പുറത്തിറക്കിയത് റെവറൻ ജോസഫ് പീറ്റാണ്. വർഷം 1858. അടുത്തത് ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആർച്ച് ഡീക്കൺ കോശി ഇതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ ഒരു പോയിന്റോട് കൂടി, ടെക്സ്റ്റ് ബുക്ക് കമ്പൈലേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ്ങോട് കൂടി നമ്മുടെ ഈ പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ കേരള എന്ന് പറയുന്ന ഈ ടോപ്പിക്കും ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ബൈ ദ മിഷണറീസ്,
കേരളത്തിലേക്ക് മിഷണറീസ് എഡ്യൂക്കേഷൻ എങ്ങനെ എത്തിച്ചു, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എങ്ങനെ എത്തിച്ചു, പ്രൊമോട്ട് ചെയ്തു എന്നുള്ള ചരിത്രവും നമ്മളിവിടെ സംഗ്രഹിക്കുകയാണ്. ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം പോയിന്റ്സ് ഞാൻ കൺവേ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ക്ലാസ്സുകളിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയാനും അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതും ഓൾറെഡി PSC ചോദിച്ചതുമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോവാണ് MCQs ആയിട്ട്. അതാണ് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ കൂടുതൽ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് വീണ്ടും വരും ദിവസങ്ങളിൽ കാണാം. ഗുഡ് ബൈ.